അല്ലെ ദുരന്തമുഖത്തിൻ്റെ വ്യാപ്തി എന്താണ് നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന പോലെ അല്ലാന്ന് മനസ്സിലാക്കിയ സംഭവമാണ്. എന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ച് പ്രേരിപ്പിക്കാൻ നേരിടുന്ന സംഭവമാണ് 2013 ഉത്തരാഖണ്ഡിലെ ക്ലൗഡ് ബസ്റ്റിംഗ്. ഇന്ത്യയിൽ കണ്ട ഏറ്റവും മികച്ച ഓപ്പറേഷൻ, ലോകത്തിലെ 4ാമത്തെ ഓപ്പറേഷൻ, വിലയിരുത്തപ്പെടുന്ന ഓപ്പറേഷനായിരുന്നു. ദൗത്യ സംഘ തലവനായിട്ട് നിന്ന് അർണോൾഡ് ഡിക്സൺ ഒരു ഓസ്ട്രേലിയക്കാരൻ. കാരണം ആദ്യത്തെ 2 തവണ ഇന്ത്യക്കാർ പിന്മാറിയാണ് പുള്ളി വരുന്നത്. ഓസ്ട്രേലിയയിൽ വന്നാണ്. ഇന്റർനാഷണൽ ടണലിംഗ് എക്സ്പെർട്ട് ആയിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ല? ഇല്ല, ഇതുമായിട്ട് ഒരു ഇത് സ്റ്റിൽ ഒന്നും കൈപ്പറ്റിയിട്ടില്ല. 2018 പോയി നമ്മൾ കുട്ടനാട്, കൈനഗിരി ആ സ്ഥലങ്ങളിലാണ് പോകുന്നത്. എന്താ അവിടെ ചെയ്തത്? ഒരു സ്ത്രീയെ ഞാൻ ബലമായിട്ട് ആ വീട് കഥ ചവിട്ടി പൊളിച്ചുകൊണ്ട് എൻ്റെ തോളത്ത് തന്നെ എടുത്ത് നീന്തിയിട്ട് സംഭവമുണ്ട്. അത് മുട്ടാറാണ് സംഭവമാണ്. വെള്ളം കയറിയിട്ടിരിക്കുക, വെള്ളം കയറി മുങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ പുള്ളിക്കാർ വരുന്നില്ല. നമ്മളവിടെ ചെയ്യുന്ന ബോഡി റിക്കവറി മാത്രം ചെയ്യുന്ന ആ ക്ലൈമറ്റ് നോക്കണം. ഇടവിട്ട് പെയ്യുന്ന മഴ, മൂന്നാറിലെ കൊടും തണുപ്പ്, വിഷമുള്ളുകൾ, കാട് വെട്ട് ഇല്ലാത്ത വഴി വെട്ടിത്തെളിച്ച് പോവുകയാണ്. പിന്നെ ഇപ്പുറത്തെ കൊളയട്ട മൂക്കിക്കൂടെ കയറി വായിലെടുക്കേണ്ട അവസ്ഥ. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെവിടെ ഒരു ദുരന്തമുണ്ടായാലും, അതെത്ര വലിയ ദുരന്തമാണെങ്കിലും അപ്പോൾ ഓടിയെത്തുന്ന ഒരു മലയാളിയുണ്ട്. രഞ്ജിത്ത് ഇസ്രായേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തൻ്റെ സമയം പാഴാക്കി, അല്ലെങ്കിൽ തൻ്റെ സമയം രക്ഷാപ്രവർത്തനം എന്ന ഉദ്ദേശത്തിന് വേണ്ടി സന്തോഷത്തോടെ പാഴാക്കി എന്ന് തിരുത്തുന്നതാവും ഉചിതം. അങ്ങനെ അനേകം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത, അതിൻ്റെ പേരിൽ ആർമിയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും കളക്ടർമാരുടെയും ഒക്കെ പ്രശംസ നേടിയ രഞ്ജിത്ത് ഇസ്രായേൽ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ ദീർഘകാലം പ്രവർത്തിച്ചത് ആർമിയോടൊപ്പം വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അവിടെ നിന്നും തിരിച്ചെത്തിയ രഞ്ജിത്ത് മറുനാടനിൽ എത്താൻ ഒരു കാരണമുണ്ട്. പൊതുവെ പബ്ലിസിറ്റിയുടെ പിന്നാലെ പോകുന്നയാളല്ല. മറുനാടിലെത്താൻ ഒരു കാരണമുള്ളത്, ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു എന്നതുകൊണ്ടാണ്. അതടക്കമുള്ള രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ അത്ഭുതകരമായ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഷൂട്ട് അറ്റ് സൈറ്റ്. നമസ്കാരം സർ. രഞ്ജിത്തിൻ്റെ വീട് എവിടെയാണ്? എൻ്റെ ശരിക്കും പറഞ്ഞാൽ കുട്ടനാട് ബേസുള്ള ഫാമിലിയാണ്. 80കളിൽ ഇതായിട്ട് ഈ എസ്റ്റേറ്റ് മേഖല പണിയായിട്ട് അപ്പനും അമ്മയും എത്തുന്നതാണ് ഇവിടെ. ഇവിടെ പോകുന്ന റൂട്ടിൽ വിതിര എന്ന ഒരു ഗോകുൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു എസ്റ്റേറ്റിലാണോ? എസ്റ്റേറ്റ് അവരുടെ ക്വാർട്ടേഴ്സിലാണ് അപ്പനും അമ്മയും. രഞ്ജിത്തും അവിടെയാണ് പണി? അവിടെ തന്നെ പഠിച്ച് വളർന്ന് അവിടെ എസ്റ്റേറ്റ് ജോലിയുണ്ടോ? ഇല്ല, എസ്റ്റേറ്റ് താൽക്കാലികം ഒരു പണിയുണ്ട്, നോട്ട്. പിന്നെ അവിടെ കൃഷിയുണ്ട്. ആ ഒരു ജോലിയിലാണ് പോകുന്നത്. സ്ഥലമുണ്ടോ? കൃഷിയില്ല, മറ്റുള്ളവരുടെ സ്ഥലം എടുത്ത് അങ്ങനെ ചെയ്യുന്നത്. വീട്ടിലെത്ര സഹോദരങ്ങളൊക്കെ? വീട്ടിൽ ചേട്ടനും ചേച്ചിയാണ്. അവർ പഠിത്തമെല്ലാം കഴിഞ്ഞവർ യൂറോപ്പ് അങ്ങനെ സെറ്റിലാണ്. യൂറോപ്പും ഇപ്പം പോയി ആണ് സഹോദരങ്ങൾ. രഞ്ജിത്ത് എന്ത് പഠിച്ചു? എനിക്ക് LNCP-യിലായിരുന്നു. എനിക്ക് +2 കഴിഞ്ഞ് LNCP സ്പോർട്സ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് ചില കാരണങ്ങൾ BP ആയിരുന്നു. എനിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട വന്നു. അന്ന് കുറച്ച് മെഡിക്കൽ പ്രോബ്ലംസ്, അതിൻ്റെ കൂടെ സാമ്പത്തിക പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സ്പോർട്സ് പശ്ചാത്തലമുണ്ടോ? സ്പോർട്സ് പശ്ചാത്തലമുണ്ട്. ഞാനൊരു മിസ്റ്റർ ഇന്ത്യ ഫൈനലിസ്റ്റ് ആണ്. 18th ഏജിൽ, ഇൻക്ലൂഡിങ് 3 times മിസ്റ്റർ ട്രിവാൻഡ്രം, ജൂനിയർ മിസ്റ്റർ ട്രിവാൻഡ്രം ആയിരുന്നു. ആ സമയത്ത് തന്നെ ജൂനിയർ മിസ്റ്റർ ഇന്ത്യ ഫൈനൽ. അന്നൊക്കെ വളരെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയ സമയമാണ്. പിന്നെ ആം റെസ്ലിംഗ്, പഞ്ചഗുസ്തിയിൽ ഇന്ത്യ റെപ്രസെൻറ്റ് പാകിസ്ഥാനിൽ പ്രതിനിധീകരിച്ചൊരു പ്ലെയറാണ്. നാഷണൽ 3 തവണ കേരള ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത പ്ലെയറാണ്. അപ്പോൾ ഇങ്ങനെ പശ്ചാത്തലമുള്ള ആളാണ്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അന്നും വീട്ടുകാർ വളരെയധികം പ്രയാസപ്പെട്ടാണ് പഠിപ്പിച്ചതും. തോട്ടം മേഖലയുള്ള ജോലിയാണ്, കൃഷി, അതിൻ്റെ കൂട്ടത്തിൽ കൃഷിയും കാര്യങ്ങളും അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയായിട്ടൊന്നും ചെയ്തില്ല? ജോലിയായിട്ടൊന്നുമില്ല. കാരണം എനിക്കൊരു അസുഖം വന്നിരുന്നു, TBM എന്നൊരു അസുഖം വന്നിരുന്നു. ഞാൻ TBM എന്ന് പറഞ്ഞാൽ ബ്രെയിനൊരു ഫീവർ വന്നിരുന്നു. ഞാൻ അനന്തപുരി മാർത്താണ്ഡപിള്ള ഡോക്ടറിനെ കീഴിലാണ് ചികിത്സിച്ചത്, ന്യൂറോ സർജനെ കീഴിലാണ് ചികിത്സിച്ചിരുന്നത്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇയേഴ്സ് അങ്ങനെ പോയിരുന്നു. പിന്നെ 27, 28 ഒക്കെ ആയപ്പോഴത്തേനെ കുറച്ച് എനിക്ക് റിക്കവറായി വന്നത്. ആ സമയത്ത് കൊണ്ടും പിന്നീടൊക്കെ ആയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന്, ഞാൻ പറഞ്ഞ ആർമിയിലോട്ട് കമാൻഡോ സർവീസ് തന്നെ കയറണം താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ഓഫീസർ റാങ്കിലൊക്കെ ഉള്ള ഭയങ്കര അതൊരു ചെറുതിലോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ വീടിൻ്റെ അടുത്തുള്ള മലകളും അഗസ്ത്യ റോഡൊക്കെ കയറിയും കുത്തൊഴുകുന്ന പുഴ തന്നെയാണ് തൊട്ട് 100 മീറ്റർ ബാക്കിലുള്ള എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള, അതൊക്കെ കടന്നും ആദ്യത്തെ ഒരു പരിശീലന മേഖല എന്ന് പറഞ്ഞാൽ ആ ഒരു പരിസരവും കാര്യങ്ങളും കാടും. ആർമി പോകാൻ ആഗ്രഹത്തിന് വേണ്ടി ചെയ്താ? ആർമി ഇപ്പോൾ ആഗ്രഹത്തിന് വേണ്ടി തന്നെ ചെയ്യണം. ചെറുതിലോട്ട് അഡ്വഞ്ചർ ഫീൽഡ് താല്പര്യമുണ്ട്. അസുഖം അതിനുശേഷം വന്ന ഇടയ്ക്ക്? അതിനുശേഷം വന്നാണ്. ഒരു 1928 സ്റ്റാർട്ട് ആയെങ്കിലും എനിക്ക് ചെറിയൊന്ന് മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഡോക്ടർമാരെല്ലാം ഒരു ഇങ്ങനെ മരിച്ചു പോകുന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. 6 months ആളുടെ ഡെത്ത്. പക്ഷേ വെള്ളത്തിലുള്ള ചാട്ടത്തിൽ നിന്നൊക്കെ കിട്ടിയതാവാം. ഇല്ല, ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വന്നല്ല, എങ്കിലും ഒരു മലിനമായ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വന്നാണെന്ന് ഡോക്ടർ എന്ന് പറയുന്നത്. എന്തൊരു മലിനമായ ഇത് കയറിയെന്നാണ്. പക്ഷേ എൻ്റെ പുഴ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി, ഇപ്പോഴും സ്റ്റിൽ ഒരു കാട്ടിൽ കൂടെ വഴി വരുന്നതായിട്ട് നല്ല പ്യൂർ വാട്ടറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? കാട്ടിൽ ഏത് മലയും കയറും? അഗസ്ത്യ റോഡൊക്കെ ഒരു വർഷത്തിൽ തന്നെ 4-5 അങ്ങനെ ഫോറസ്റ്റുകാർ ഒരുപാട് പരിചയമുണ്ട്, ബന്ധപ്പെട്ട്. അവരെന്ത് കാര്യമുണ്ട് എന്നെ വിളിക്കുന്ന ഉടനെ. അവിടെ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ആവശ്യം എന്ന് പറഞ്ഞാൽ
അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു റെസ്ക്യൂയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവിടെ. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾക്കെല്ലാം ബന്ധപ്പെട്ട് ഞാൻ മാത്രമല്ല വീടടുത്തുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ ഒക്കെ വളരെ അധികം ഉണ്ട്. റാഫി എന്ന് പറഞ്ഞൊരു ഇപ്പം റിട്ടയർമെൻറ്റ് ഓഫീസറുണ്ട്. അദ്ദേഹമായിട്ട് നല്ല അടുപ്പമാണ്. അദ്ദേഹം പോകുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് പല കാര്യങ്ങൾക്ക് ഫോറസ്റ്റിൻ്റെ സേവനങ്ങൾ, ഫോറസ്റ്റിൻ്റെ 1-2 കമൻഡേഷൻസ് കിട്ടിയതാണ്. അവരുടെ കൺസർവേറ്റർ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പട്ടാളത്തിൽ കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? എനിക്ക് ആ സമയത്ത് എനിക്ക് ഇത് ഇങ്ങനെ മെഡിക്കൽ ഇഷ്യൂസും എനിക്ക് എൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റില്ല. മെഡിക്കൽ ഇഷ്യൂസൊക്കെ വന്ന് അപ്പോൾ ഞാൻ ബദൽ മാർഗം നോക്കിയാണ് കുറേ ടെറിട്ടോറിയൽ ആർമി. അന്നൊരു ലെഫ്റ്റനൻറ്റ് ജനറൽ സുശീൽ കുമാർ പിള്ളേക്കാണ്. പുള്ളി റിട്ടയർഡാണ്, ജവഹർ ഇതിലൊക്കെ താമസിച്ചത്. അപ്പോൾ പുള്ളിയുടെ അഡ്വൈസിലൊക്കെയാണ് കുറേ കാര്യം മുന്നോട്ട് നീങ്ങി. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉപദേശിച്ചിരുന്നത് ഇത് ഇപ്പം പട്ടാളം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യുദ്ധം മുഖം മാത്രമല്ല, ഈ പല സേവനങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളും എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെയാണ് 2013 ഞാൻ ഉത്തരാഖണ്ഡിലൊക്കെ പോയി ആ ഒരു ദൗത്യത്തെ ഫസ്റ്റ് ചെയ്യുന്ന ഉത്തരാഖണ്ഡ്. ഒരു ദേശീയ ദുരന്തം എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡൊക്കെയാണ്. അല്ല, നിങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക്, ദുരന്ത നിവാരണത്തിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ്? 2013 ഉത്തരാഖണ്ഡിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ലൗഡ് ബസ്റ്റ് വഴിയുള്ള ഫ്ലഡാണ്. 2013 ജൂൺ ജൂലൈ മാസങ്ങൾ നടക്കുന്ന 27,000 പേര് മരിച്ചതിന് ലോക്കൽ റിപ്പോർട്ടുള്ളതാണ്. അതിൽ ഗവൺമെൻറ് റിപ്പോർട്ട് 20,000 പറയുന്നെങ്കിലും അന്ന് കേദാർനാഥ് ബദരിനാഥൊക്കെ മുങ്ങിപ്പോയൊരു ഫ്ലഡാണ്. അതിലേക്ക് നിങ്ങൾ പോകാൻ കാര്യം എങ്ങനെയാണ്? അതിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. ഞാൻ മൗണ്ടറിങ്, ഞാൻ ആർമി ഒരു ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി ഞാൻ ഉത്തരാഖണ്ഡ് കാശ്മീർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഉത്തരാഖണ്ഡാണ് ആദ്യം എത്തിപ്പെടുന്നത്. അവിടുന്ന് ഒരുപാട് മലയാളികൾ തിരിച്ച് പോകുന്ന വഴിയിലാണ് ഞാൻ അങ്ങോട്ട് എത്തപ്പെടുന്നത്. അവിടെ എത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പല വണ്ടികളും പിടിച്ച് അങ്ങനെ എൻ്റെ യാത്ര അങ്ങനെയാണ്. പല എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി പല ലോറിയിലും കൈ കാണിച്ചും ഇങ്ങനെ ട്രെയിനിങ്. എന്തിനാണ് ഉത്തരാഖണ്ഡ് നിങ്ങൾ പോയത്? ഞാൻ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു മൗണ്ടറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഉത്തരാഖണ്ഡ്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ് ഉണ്ട്. അവിടെ ചെന്ന് അന്ന് ഈ മൗണ്ടറിങ് പഠിച്ച് അതിനാണ് ബേസിക് കോഴ്സൊക്കെ വരുന്നത് മൗണ്ടനറിങ് ആണ്. ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന കോഴ്സ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഒരു ബേസിക് കോഴ്സുകൾ ചെയ്ത് നമ്മൾ അതിന് എക്സ്പെർട്ടൈസ് ആക്കുകയാണ്. മൗണ്ടറിങ് കോഴ്സ് പഠിക്കാനുണ്ട്. അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അത് ഭയങ്കര വലിയ വാർത്തയാണ്. അപ്പോൾ അതിന് മുമ്പ് അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിരുന്നു? ഇല്ല, ഒന്നും പഠിച്ചില്ല. സ്വയം ഇങ്ങനെ ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ടെറൈൻ അങ്ങനെയാണ്. നമ്മൾ താമസിച്ചുകൊണ്ട് ടെറൈൻ അങ്ങനെയാണ്. ആ ഒരു പൊന്മുടി അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ കുത്തൊഴുകുന്ന പുഴകളെല്ലാം കൂടെ ചേർന്ന് ടെറൈനിൽ ചെറുതിലോട്ട് ജീവിച്ച് വളർന്നൊരു പേഴ്സണാണ്. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്കിംഗ് എല്ലായിടത്തും കയറി മുകളിൽ കയറി മരം മുറിക്കും. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ ഇത് പോകാൻ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ട് പോയതാണോ? അല്ല, സജസ്റ്റ് ചെയ്ത് പോയതല്ല. പിന്നെയോ? തന്നെത്താൻ എത്തപ്പെടാം. ഞാൻ പറഞ്ഞ നിയോഗം പോലെ എത്തപ്പെടുകയാണ്. അങ്ങനെയാണ് ചെയ്ത് പോയി വരുന്നത്. അവിടെ കിട്ടിയോ? അഡ്മിഷൻ കിട്ടിയോ? ഇല്ല, അഡ്മിഷൻ കിട്ടില്ല. അന്ന് ആ സംഭവം ക്ലോസ് ആയിരുന്നു. അന്ന് ഫ്ലഡ് കിടക്കുന്നതിന് ക്ലോസ് ആയിരുന്നു. ആ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി പോയിരുന്നെങ്കിൽ എത്തപ്പെടുന്നത് ഈ ദുരന്തമുഖം. ദുരന്തമുഖത്തേക്ക് നിങ്ങൾ തീരുമാനിക്കാൻ കാര്യം എന്നാ? ദുരന്തമുഖത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ എന്തോ മനസ്സ് ഞാൻ ഇപ്പം ഇത് ചെയ്യാൻ വേണ്ടി തന്നെ വരുന്ന അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഒരുപാട് ദുരന്തം ചെയ്യുമെന്ന് കണ്ടറിഞ്ഞ് പോയതല്ല. അവിടെ ചെന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നു ഒരുപാട് ആൾക്കാർ. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിങ്ങൾ ചെന്ന സ്ഥലത്തിന് അടുത്തായിരുന്നു ഈ അക്കാദമി അതോ? അതെ, ആ ഉത്തരകാശി പോകുന്ന വഴികൾ തന്നെയായിരുന്നു എല്ലാം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തരകാശിയാണ്. ഞാൻ പോയത് കേദാർനാഥ് എല്ലാം ഒരു ബേസ് ചെയ്തുള്ളതാണ് വരുന്നത്. ആ സമയത്ത് നോക്കിയാൽ അറിയാം അന്നത്തെ ഏറ്റവും വലിയ ഇന്ത്യ കണ്ട അന്ന് മാത്രമല്ല ഇന്നത്തെ റെക്കോർഡിക്കൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നത് ക്ലൗഡ് ബസ്റ്റ്. ഇന്ത്യക്ക് വലിയ സമയത്ത് നിങ്ങൾ എങ്ങനെ പത്രത്തിലൂടെ അറിയുന്നു? അല്ലെങ്കിൽ ഞാൻ പത്രത്തിലൂടെ അറിയാം. പത്രത്തിലൂടെ പല മാധ്യമങ്ങൾ പലരും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട്. എന്നാലും ഞാനിങ്ങനെ റിസ്ക് എടുക്കുക. എന്താണ് സംഭവം? അങ്ങോട്ട് ചെന്നു ആകാംക്ഷയായിരുന്നു. ചെന്നപ്പോഴത്തെ സ്ഥിതി ഭയങ്കര മോശമായിരുന്നു. ആ ശിവപ്രതിമയൊക്കെ മുങ്ങി നിൽക്കുന്നതും വളരെ ഇതായിരുന്നു. അങ്ങോട്ട് കയറി എത്തപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം ഒരുപാട് മലയാളികളാണ്. ടൂറിസ്റ്റ് കേന്ദ്രമല്ല അതെല്ലാം. എല്ലാം തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവരെ ആരെങ്കിലും എതിർത്തില്ല? ഇല്ല, അങ്ങോട്ടില്ല. കുറച്ച് ഇപ്പം എന്നെ കണ്ട ഒരു ആർമി പേഴ്സൺ തോന്നുന്നുള്ളൂ. പെട്ടെന്ന് ബസ്സിൽ ഇല്ല ഇത് ടീഷർട്ടൊക്കെ ഇട്ടൊക്കെ ആർമി ഇറക്കട്ട്. ആ സമയത്ത് പെട്ടെന്ന് അവർക്ക് മാൻ പവർ അത്ര ആവശ്യമാണ്. ഇപ്പോൾ സിവിലിയൻ വന്നാൽ അവർക്ക് മാൻ പവർ അത്ര വലിയ ദുരന്തമല്ലേ. അന്ന് ഒരുപാട് ഫോഴ്സ് ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഇന്ത്യൻ ആർമി, നേവി, അന്ന് NDRF എന്നൊക്കെ ഒരുപാട് ഇത്ര ഫോഴ്സുകൾ ഒരുമിച്ച് കാണുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് അത് ചെയ്തുകൊണ്ട് മാത്രമാണ് 2018 അല്ല എന്നിട്ട് നിങ്ങൾ അന്ന് എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഇത് ആർമിയോടൊപ്പം ടൈപ്പ് ചെയ്ത് ആർമിയോട് പറഞ്ഞു? ആർമിയോട് പറഞ്ഞല്ല, അവർ ഒരുപാട് സിവിലിയൻസ് ചെയ്യുന്നുണ്ട്. സിവിലിയൻസ് ഉണ്ട്, അവിടെ സന്നദ്ധ സംഘടനകൾക്ക് അവരോടൊപ്പം ഞാൻ ചേർന്ന് പ്രവർത്തിക്കും. നിങ്ങളുടെ ജോലി എന്തായിരുന്നു അവിടെ ആൾക്കാരെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യുക, അതായത് ഈ നദിക്കരയിൽ നിന്ന് കൊണ്ടുവരിക. ഈ കെട്ടിട്ട് ഒരുപാട് പേരെ ഈ ഒരു നദിയിൽ നിന്ന് കുത്തൊഴുകുന്ന പുഴയാണ്, ഗംഗാ നദിയാണ്, കുത്തൊഴുകുന്ന പുഴയാണ്. അതിൽ നിന്ന് ഇവാക്യുവേഷൻ കൊണ്ടുവരിക. അതിൽ നിന്ന് മനുഷ്യരെ മാത്രമല്ല ഈ എപ്പോഴും ഓർമ്മയുണ്ട് പരിചയം എങ്ങനെ ഉണ്ടായി? എനിക്കില്ല, എനിക്ക് ആ വീട്ടിൽ ചെയ്തുള്ള പരിചയമുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഈ അവർ പഠിപ്പിച്ചതല്ല, എനിക്കൊരു പെട്ടെന്ന് ഒരു കാണി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും, ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലൊരു ആളെയും കൊണ്ട് കടന്നു. ആ ഒരു യൂണിഫോം ഇല്ല, യൂണിഫോം തന്നില്ലെന്ന്. യൂണിഫോം തന്നില്ല. എനിക്ക് അങ്ങനെ ആരും ആ സമയത്ത് ഫസ്റ്റ് നിങ്ങളുടെ മേത്ത് കയറ് കെട്ടിയിട്ടാണോ? അല്ല, എന്നെ കയറ് കെട്ടിയിട്ടുണ്ട്, അല്ല പിടിച്ചിട്ടുണ്ടെങ്കിൽ കുത്തൊഴുകുന്ന പുഴയിലൊക്കെ അല്ലാതെ തന്നെ കയറ് പിടിച്ച് ഇറങ്ങി ഒരാളെ പിക്ക് ചെയ്യാനുള്ള ആരോഗ്യ പവർ എനിക്കുണ്ട്. അത് കാരണം ഇപ്പോൾ ഈ വയനാട് ചെയ്ത ഒരു ദൗത്യത്തിൽ അതിന്റെ വീഡിയോസ് ഉണ്ട് പണ്ടൊക്കെ. അല്ല ചോദ്യം ഈ ഉത്തരാഖണ്ഡിലെ പറയൂ. ഉത്തരാഖണ്ഡിൽ എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ ചെന്ന് ആർമിയോട് പറയുന്നു ഞാനിത് ചെയ്യാം? ആർമി മാത്രമല്ല, പല ഫോഴ്സും ഉണ്ട് അവിടെ, പല ഫോഴ്സ് ഡിപ്ലോയ് ഉണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യാന്ന് പറഞ്ഞു? ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് എല്ലാം ഹാപ്പിയാണ്. കാരണം അവിടെ അത്രയധികം മാൻ പവർ ആവശ്യമാണ്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഏരിയ അല്ല, കൺഫൈൻഡ് സ്പേസ് അടങ്ങുന്ന റെസ്ക്യൂ അല്ല, ഒരു ത്രൂ ഔട്ട് ഓട്ടുള്ള ഏരിയ ആണത്.
ത്രൂ ഔട്ടുള്ള ഏരിയ ആണ്, ഒരു പ്രദേശം, ഒരു അല്ലെങ്കിൽ ഒരു ഇത്ര കിലോമീറ്റേഴ്സ് വ്യാപിച്ച ഒരു വലിയൊരു ഫ്ലഡ് ആയിരുന്നു അന്ന്. വലിയൊരു എന്താ ഡെലൂജ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എത്ര കാലം അവിടെ വർക്ക് ചെയ്തു? അവിടെ കുറച്ച് നാൾ, ഒരു എബൌട്ട് 1 വീക്ക് മോർ വർക്ക് ചെയ്തു. എന്തൊക്കെ നിങ്ങൾ എത്ര പേര് രക്ഷപ്പെടുത്തി കാണും? എത്ര പേര് രക്ഷപ്പെടുന്ന ജോയിൻ്റ് ഒരു ഓപ്പറേഷനാണ്. നമ്മൾ എത്ര പേര് രക്ഷപ്പെടുന്ന ബോഡി അങ്ങനെ ഒരു കുറേ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ അവിടെ സ്കൂൾ, ഒരു ആശുപത്രി കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, അവിടെ ആയിരുന്നു രാത്രി കിടപ്പും കാര്യങ്ങൾ. പിന്നെ സന്നദ്ധ സംഘടനകളുണ്ട്, ഈ കൽസ ഗ്രൂപ്പ് പോലെ പഞ്ചാബ് അവിടെ നിന്നൊക്കെ വന്ന ഈ സമയത്ത് ഫുഡ് ഉണ്ടാക്കാൻ, അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു, അങ്ങനെയൊക്കെയാണ്. ഫുഡ് തരും, ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഫുഡ് എവിടെ പോയാലും നമ്മൾ എല്ലാ ഓപ്പറേഷൻസും വാങ്ങുന്ന ടീമാണ് വരുന്നത്. നാട്ടുകാരെന്ന് അറിയത്തില്ല, പക്ഷെ പുറത്തുനിന്ന് സംഘടനയാണ്, ലങ്കാർ പോലെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ഇതാണ്. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അത് പിന്നെ ഏകദേശം ഒതുങ്ങിയപ്പോൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ടയർഡായി, കാരണം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റാണ് ഞാൻ എങ്ങനെ ഒരു സിവിലിയൻ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ അവിടെ എത്തിപ്പെടുത്തി. ഞാൻ ആ സംഭവത്തിൽ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു നാളെ തൊട്ട് ഈ സംഭവം ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു യാദൃശ്യമായിട്ട് എത്തപ്പെടുന്നു, അവിടെ സിവിലിയൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫോഴ്സോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ ദുരന്തമുഖത്തിൻ്റെ വ്യാപ്തി എന്താണ്, നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന പോലെ അല്ലാന്ന് മനസ്സിലാക്കിയ സംഭവമാണ്. എന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ച് പ്രേരിപ്പിക്കാൻ നേരുന്ന സംഭവമാണ് 2013 ഉത്തരാഖണ്ഡിലെ ക്ലൗഡ് ബസ്റ്റിംഗ്. എന്താണ് ഈ നമ്മൾ മാധ്യമങ്ങൾ നമ്മൾ സാധാരണ അറിയുന്നതും ഇവിടെ സംഭവിച്ച നമ്മൾ വ്യത്യാസം എന്താ? യഥാർത്ഥം നമ്മൾ സാധാരണ പത്രത്തിൽ കാണുന്ന വാർത്തകളും അവിടുത്തെ യാഥാർത്ഥ്യം തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താ ഫീൽ ചെയ്തത്? 2013 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരുപാട് മരണസംഖ്യ കൂടി. ഞാനെല്ലാം അന്വേഷിച്ചപ്പോൾ 25,000 പേര് മരിച്ചെന്നുള്ളതാണ് ഞാൻ അവിടുത്തെ ലോക്കൽ റിപ്പോർട്ട് പറഞ്ഞു. അവിടുത്തെ ലോക്കലായിട്ട് ലോക്കലാണ് കൂടുതൽ സപ്പോർട്ട് വരുന്നത്. ആർമി കഴിഞ്ഞപ്പോൾ ലോക്കലാണ് കൂടുതൽ സപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും കിടക്കാൻ സൗകര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, കാരണം അവിടെ വോളണ്ടറി സർവീസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അവിടെ നടക്കില്ല, ഭയങ്കര വല്ലാത്തൊരു ഇതാണ്. ഉത്തരാഖണ്ഡ് പോയപ്പോൾ എല്ലാ അനുഭവം അത് തന്നെയാണ്. ഈ 2013 ഉത്തരാഖണ്ഡ് ചെയ്തതിൻ്റെ അനുഭവത്തിലാണ് വീണ്ടും രണ്ട് ഡബിൾ ഓപ്പറേഷൻസ് അവിടെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് തന്നെ. എത്ര പ്രാവശ്യം അവിടെ പോയി? ഞാൻ വീണ്ടും 2 തവണ പോയി. 2021 തപോവൻ, അത് ഒരു ടണൽ സംഭവം, ഇന്ത്യ ചൈന ബോർഡറിൽ നടന്നത്. ഇന്ത്യ ചൈന ബോർഡറിൽ നിന്ന് 10 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ചമോലി ഡിസ്ട്രിക്റ്റിലെ തപോവൻ, അതെല്ലാം മരണപ്പെട്ട സംഭവമാണ്. ടണലിനകത്തുള്ള ഓപ്പറേഷൻസ്, ടണലാകത്ത് പെട്ടെ എല്ലാവരും മരിച്ചുപോയി. തുടക്കത്തിൽ ഫസ്റ്റ് ഡേ മാത്രം കുറച്ച് മോളിൽ കുടുങ്ങിയാൽ മാത്രം. ഞാൻ സമയത്ത് കേരളത്തിൽ വിതരെ തന്നെയായിരുന്നു. എന്നിട്ടോ ആര് വിളിച്ചു? ഞാൻ NDRFനെ കോൺടാക്ട് ചെയ്തു. NDRFിന് ഞാൻ അന്ന് പെട്ടിമുടി കഴിഞ്ഞിട്ട് രേഖാ നമ്പ്യാർ സാറായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് NDRFിന് അന്ന് എനിക്ക് കൂടെ ഒന്ന് കോഓപ്പറേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പെട്ടിമുടി ദുരന്തമായിട്ട്. അപ്പോഴത്തേക്ക് കമാൻഡർ നമ്പർ തന്നിരുന്നു രേഖാ നമ്പ്യാർ സാറിന് അന്നത്തെ. അപ്പോൾ ഞാൻ രേഖാ നമ്പ്യാർ സാറിന് പറഞ്ഞ് എനിക്കിത് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം മാഡം എനിക്ക് അവിടുത്തെ കമാൻഡൻറ്റിനെ 8ാം ബറ്റാലിയൻ കമാൻഡൻറ്റിനെ പ്രവീൺ തിവാരി സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ആ പരിചയപ്പെടാൻ അപ്പോൾ സാറിനെ അറിയിച്ച് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്ക് കുറച്ച് റെസ്ക്യൂ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത്ര താല്പര്യമുണ്ട്, അപ്പോൾ എനിക്ക് എത്താൻ താല്പര്യമുണ്ട്, ഉത്തരാഖണ്ഡ് ടെറൈനായിട്ട് പരിചിതമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു വന്നോളാം പറഞ്ഞു. എങ്ങനെ പോയി? ഞാനന്ന് എനിക്ക് ഫ്ലൈറ്റ് ഒന്ന് കിട്ടിയെന്ന്. കാശ് മുടക്കുക? അല്ല, എനിക്കൊരു അന്ന് ചെറിയൊരു സ്പോൺസർ കിട്ടിയായിരുന്നു. ചെറിയൊരു സ്പോൺസർ, ഒരു ആലപ്പുഴ ടീമിൽ ചെറിയ സ്പോൺസർ തന്നായിരുന്നു. ഡൽഹിയിൽ പോയി ഇറങ്ങി. ഡൽഹിയിൽ നിന്ന് ബൈ റോഡ് വഴി ഈ ചമോലി ഡിസ്ട്രിക്റ്റിലെത്തി. ടാക്സി പിടിച്ചു പോയോ? അല്ല, ടാക്സി അല്ല, ബൈ ഡെഹ്റാഡൂൺ വരെ. അല്ലാതെ അവിടെ ഷെയർ ടാക്സി വളരെ കൂടുതലാണ്. ഈ ടാറ്റ സുമോയിൽ തന്നെ അടിച്ച് കയറി സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ തപോവനൊക്കെ എത്തിയിട്ട് പിന്നെ അല്ലാതെ ടാക്സി, കാരണം പൈസ പരിമിതമാണ്. സ്പോൺസർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ പൈസ നമുക്ക് തരുന്നില്ല. എപ്പോൾ ചെന്ന് ഞാൻ എത്തി അന്ന് എൻ്റെ കൂടെ ഒരു 2 പേരും ഉണ്ടായിരുന്നു. നിങ്ങൾ 2 പേരോട് ചെന്നു? 2 പേരോട് ചെന്നു. അവിടെ ചെന്നിട്ട് സാറിനെ കണ്ടിട്ട് അവിടെ ഓപ്പറേഷൻസ് ആണ്. എത്ര ദിവസം എടുത്ത് അവിടെ ചെല്ലാൻ? അവിടെ എത്താൻ എനിക്ക് രാത്രി ഇവിടെ ഡൽഹിയിൽ കയറി, പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴും അവിടെ എത്തി. അങ്ങ് സ്ഥലത്തെത്തി. കാരണം നൈറ്റ് ത്രൂ ഔട്ടായിട്ട് നമ്മൾ യാത്ര ചെയ്തു. 10 മണിക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് നൈറ്റ് ത്രൂ ഔട്ടായിട്ട് പല വണ്ടികളും കയറി. തിവാരി സാറിനെ കണ്ടു. തിവാരി സാർ കണ്ടപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ അപ്പോഴത്തേക്ക് കുറച്ച് ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ പലരും ചെയ്തതിന്. അപ്പോൾ കാണിച്ചപ്പോൾ ഉള്ളിലേക്ക് ഇതായി, ഹാപ്പിയായി. അപ്പോൾ അവരുടെ കൂടെ ചെന്ന് നമുക്ക് കൂടുതൽ റിക്കവറി ആയിട്ടുള്ള ഓപ്പറേഷൻസാണ് ചെയ്യേണ്ടി വന്നു. ടണലാത്തുള്ള റിക്കവറി ആയിട്ടുള്ള ഓപ്പറേഷൻസും. അവിടെ NDRF ഉണ്ടായിരുന്നു, ITBP ഉണ്ടായിരുന്നു, അല്ല കമ്പൈൻഡ് ആയിരുന്നു. എന്നാലും NDRFിനാണ് കൂടുതൽ അവിടെ ഡിസാസ്റ്റർ ഹാൻഡിൽ ചെയ്യുമ്പോൾ NDRF ആയിരുന്നു കൂടുതൽ. ആർമി ഉണ്ടായിരുന്നു, NDRF ആണ് കൂടുതൽ കോപ്പറേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്തത്. അവിടെ റെസ്ക്യൂ എന്ന് പറയാൻ ഒന്നുമില്ലായിരുന്നു, കാരണം വലിയൊരു ഇന്ത്യ കണ്ട ആദ്യത്തെ ഗ്ലേഷ്യൽ ഔട്ട് ബസ്റ്റ് പ്രോഡക്റ്റ്, എനിക്ക് പരിചിതമല്ലാത്ത സംഭവം. ഹിമവാനി വന്ന് ഇടുന്നുള്ള ഇതായിരുന്നു. ഒരു ടണൽ നിർമ്മാണത്തിലിരുന്ന ഒരു ഹൈഡ്രൽ പ്രോജക്റ്റ് ആയിരുന്നു. 13 കിലോമീറ്റർ ഉള്ളിൽ ടണലൊക്കെ അടിച്ച സംഭവം. അതായത് ഈ തപോവൻ മുതൽ ജോഷിമോട്ടർ അടിച്ച വലിയൊരു ബോഡി എടുക്കാൻ കൂടി. അകത്ത് കയറി അതിൻ്റെ ബാരേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസെല്ലാം നമ്മൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതിനകത്തുള്ള ഫോട്ടോസെല്ലാം നമ്മൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത ഫോട്ടോസ് ഇല്ലെങ്കിൽ പലരും നമ്മൾ ചെയ്യുന്ന കാര്യം വിശ്വസിക്കത്തില്ല. ഈ 2015 ഫ്ലഡിൽ തന്നെ ഒരുപാട് കമൻഡേഷൻസ് കിട്ടി. അപ്പോൾ കളക്ടറിനൊക്കെ അറിയാവുന്നതാണ് കളക്ടർ കമൻഡേഷൻ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീണ്ടും പോയിട്ടുണ്ടോ? വീണ്ടും പോയത് അത് ഇന്ത്യ കണ്ട അടുത്ത ഏറ്റവും വലിയ ഓപ്പറേഷൻ ഒന്നായിരുന്നു. സിൽക്കിയാര ടണൽ റെസ്ക്യൂ. 41 തൊഴിലാളികളെ രക്ഷിച്ചല്ല. ടണലിനകത്ത് അന്ന് പങ്കെടുത്ത ഏക മലയാളിയാണ് ആ ടീമിൽ. അതിലെങ്ങനെ എത്തപ്പെട്ടത്? അതിലെത്തപ്പെട്ട ഇതിൽ തന്നെയാണ്. കാരണം ഞാൻ ഈ സാറിന് 2008 ഇല്ല ആ മാഡം മാറി ഇവിടുന്ന്.
ഞാൻ 8ാം ബറ്റാലിയനെ കോൺടാക്ട് ചെയ്ത് എന്നിട്ട് അവിടുത്തെ അന്ന് ഉത്തരാഖണ്ഡിന് വേണ്ടി പുതിയൊരു ബറ്റാലിയൻ രൂപീകരിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 15ാം ബറ്റാലിയൻ അവിടെ കോൺടാക്ട് ചെയ്തു. ഞാൻ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ CEO എനിക്ക് ഡെപ്യൂട്ടി CEOയുടെ നമ്പർ തന്നെ അവിടെ ലൊക്കേഷൻ അയച്ചു തന്നു. അന്ന് ഈ വിമാന ടിക്കറ്റെല്ലാം ഞാൻ സ്വന്തം കയ്യിലെടുത്തത്, കയ്യിൽ നിന്ന് കാശ് സ്വന്തം കാശ് എടുത്താൽ അത് നേരെ വീണ്ടും ഇതുപോലെ ഡൽഹിക്ക് പോയി. അത് എനിക്ക് താല്പര്യമാണ് ഡൽഹി, കാരണം ഇത് വലിയ ഞാൻ ഇത് 3ാമത്തെ ദിവസം എത്തുന്നത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഈ ന്യൂസ് അറിയുന്നത്, ഈ സിൽക്യാര ബാർകോഡ് ചാനൽ റെസ്ക്യൂ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അന്നത്തെ കണക്ക്, അപ്പോൾ അവിടുത്തെ ഇത് ഇൻഫർമേഷൻ കിട്ടി. ഞാൻ സാർ അന്നത്തെ കണക്ക് മരിച്ചിട്ട് റിക്കവറി ആണെങ്കിൽ വരാൻ താല്പര്യമില്ല, ഇപ്പോൾ റെസ്ക്യൂ ആണ് നമുക്ക് പങ്കെടുക്കാൻ ഇത്രയും ദൂരം വരുന്നതാണ്. ഇല്ല, ഇപ്പോൾ 2 ദിവസം 48 hours സ്റ്റിൽ അലവേ, 41 hours സ്റ്റിൽ അലവേ എന്ന് പറഞ്ഞതിനകത്ത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ 3ാം ദിവസം ഇവിടുന്ന് പുറപ്പെട്ട് 4ാം ദിവസം ഉച്ചയായപ്പോഴും അവിടെ എത്തി. ചെന്നിട്ടോ എന്തായിരുന്നു 17 ദിവസം നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? അതിൻ്റെ അകത്ത് വീഡിയോ ഇടാനുള്ള 5ാം ദിവസം കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ഇടുന്ന ടെക്നിക്സ് അതിൻ്റെ അകത്ത് ഒരുപാട് ജോയിൻ്റ് ആയിട്ട് പല ഏജൻസിയും വന്നിട്ടുണ്ട്. ആർണോൾഡ് ഡിക്സ് വന്നിട്ടുണ്ടായിരുന്നു, ഓസ്ട്രേലിയൻ എക്സ്പേർട്ട്. പുള്ളിയൊക്കെ ഒരുപാട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത് NDRF ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ബോർഡർ റോഡ്സ്, ആർമി ഡെപ്യൂട്ടേഷൻ BRO ഉണ്ട്, പിന്നെ ONGC ഉണ്ടായിരുന്നു, പിന്നെ വേറെ അങ്ങനെ പല ഒരു എക്സ്റ്റേണൽ കുറച്ച് ഇതുണ്ടായിരുന്നു സമന്വയിപ്പിച്ച. അപ്പോൾ പല ഐഡിയ സമന്വയിപ്പിച്ച അതിൻ്റെ അകത്ത് ഞാൻ NDRFനൊപ്പമാണ് ചേർന്നത്. അതെ, NDRF ആണ് എനിക്ക് റൂം അറേഞ്ച് ചെയ്ത് തന്നെ എനിക്ക് കഴിക്കാനുള്ള അവരുടെ ക്യാമ്പിൽ നിന്നായിരുന്നു. കാരണം ഉള്ള പൈസ ഇല്ലെന്ന് അറിയാം. അവളൊരു പറയും എനിക്ക് അവരാണ് എല്ലാം ചെയ്തു തന്നെ. ഇപ്പോൾ ഗേറ്റ് പാസ് എല്ലാം കയറുന്നത് അവർ വഴിയാണ് ഞാൻ കയറുന്നില്ല. കാരണം 3 ബാരിക്കേഡ് ഉണ്ട്. സാറിന് അറിയാലോ, ആദ്യം ഇങ്ങോട്ട് ഒരു റെസ്ട്രിക്ഷനാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വീഡിയോ 5 ദിവസം കഴിഞ്ഞ് വീഡിയോ ഇടാനുള്ള ആ ഒരു കുറേ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഞാനായിരുന്നു. ആ വീഡിയോസ് ഇടുന്ന ആ വീഡിയോ ആണ് ഇൻസേർട്ട് ചെയ്യുന്നതോടെയാണ് അകത്ത് എന്താണ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ ഒരു വിക്ടിം അതിൻ്റെ അകത്ത് കിടക്കുന്ന 41 ട്രാപ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് കിടക്കുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളുണ്ട്. അതിലപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് രക്ഷിക്കാൻ പറയും. വീഡിയോ ഇട്ടാൽ മാത്രമേ അതിൻ്റെ സർവൈലൻസ് നമുക്ക് മനസ്സിലാകത്തോടെ എങ്ങനെ രക്ഷിക്കാം, അവരെന്തെങ്കിലും പെട്ടെന്ന് പറയുന്നതാണോ. കാരണം നമ്മൾ ഇപ്പുറത്തെ വശം നമ്മൾ അത് ഡ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റായിട്ട് ഡ്രില്ല് ചെയ്തോ എന്തെങ്കിലും ഒരുപാട് മെഷീൻസ് ഡ്രില്ല് ചെയ്താൽ ബാക്കി കൂടി ഇടിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെയധികം അപ്പം ഇതിൻ്റെ അകത്ത് ദൗത്യ സംഘ തലവനായിട്ട് നിന്ന് ആർണോൾഡ് ഡിക്സ് എന്നൊരു ഓസ്ട്രേലിയക്കാരൻ. കാരണം ആദ്യത്തെ 2 തവണ ഇന്ത്യക്കാർ പിന്മാറിയാണ് പുള്ളി വരുന്നത്. ഓസ്ട്രേലിയയിൽ വന്നാണ്. ഇന്റർനാഷണൽ ടണലിംഗ് എക്സ്പെർട്ട് ആയിരുന്നു. ഞാൻ വന്ന സമയത്ത് തന്നെ പുള്ളിയും വരുന്നത്. ഞാൻ സമയത്ത് പുള്ളിയുടെ സംസാരിച്ചു. പുള്ളിയുടെ വളരെ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ 2-3 ദിവസം മുമ്പ് മെസ്സേജ് അയച്ചേ ഉള്ളൂ വാട്സപ്പിലൊക്കെ. പുള്ളി ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യം അറിയുമ്പോഴത്തേക്കും വോളണ്ടറി ആയിട്ട് വന്നതൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ വെച്ച് പരിചയമുണ്ട് ഇപ്പോഴും. അപ്പോൾ എനിക്ക് ഇന്റർനാഷണൽ ടണലിംഗ് എക്സ്പാൻഡ് എനിക്ക് മെമ്പർഷിപ്പ് എടുക്കണം താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടണലകത്ത് കയറി ഒരുപാട് തവണ അകത്ത് കയറി ഒരുപാട് മണിക്കൂർ ചെലവഴിച്ച്, രാത്രിയിലൊക്കെ ഒരുപാട് സമയം ചെലവഴിച്ച്, രാത്രിയിലാണ് കൂടുതൽ ചെലവഴിച്ചത്. ഈ ടണൽ വീടാനുള്ള സാധ്യത ഉണ്ടോ? റിസ്ക് ഇല്ലേ? ടണൽ റിസ്ക് അതൊന്നും പേടിക്കുന്നില്ല. അതൊന്നും ആ ഒരു ഭയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുക്കാതെ, കാരണം ഇത്ര ഉള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഒരാളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ നല്ലൊരു ടീം വേണം ഒന്ന് ചെയ്ത്. അവർ സമയം എടുത്തേക്കാന്ന് പല വിമർശനം ഉണ്ടായിരുന്നു. 10 ദിവസമായി 9 ദിവസമായി 10 ദിവസമായി 11 നിങ്ങൾ ഇറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അല്ല വേറെ പണമുള്ള ആൾക്കാരായിരുന്നെങ്കിൽ ഇവിടെ. അപ്പോൾ അത് പറയുന്നവർക്ക് പുറത്ത് പറയാം. കാരണം അത് നോക്കിയും കണ്ട് ചെയ്ത്. കാരണം ടണൽ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ കൺഫൈൻഡ് സ്പേസ് റെസ്ക്യൂ ആണ്. അത് വളരെ നോക്കിയും കണ്ട് പരിമിതമായ സ്ഥലമാണ്, പരിമിതമായ വെളിച്ചേ ഉള്ളൂ, പരിമിതമായ സ്പേസേ ഉള്ളൂ. ഒരുപാട് മെഷീനറീസൊക്കെ പ്രവർത്തിപ്പിച്ചാൽ അത് വീണ്ടും ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത് പല റിപ്പോർട്ട് അവഗണിച്ചുള്ള പിന്നീടുള്ള കാര്യമാണ് സ്ഥലം. അപ്പോൾ അത് വളരെ നോക്കിയും കണ്ടാണ് ചെയ്യേണ്ടത്. കാരണം 41 പേരും ജീവനോടെ സ്റ്റിൽ അലൈവാണ് അതിനകത്ത്. 5ാമത്തെ ദിവസം കഴിയുമ്പോൾ ചെറിയൊരു കുഴൽ, ഫുഡൊക്കെ കൊടുത്തു, ഒരു 3 mm അതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. 3 mm കുഴലെടുത്ത് വെച്ചിട്ട് ആ വീഡിയോ ഇട്ട് കൊടുത്തതിൻ്റെ ആ കുഴലുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ വഴിയാണ് കുപ്പി കീറും. ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി ഒരു കുപ്പി കീറിയിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് നമ്മൾ ഫുഡും ചപ്പാത്തി ആദ്യം പൊതിഞ്ഞ് ആദ്യം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ചപ്പാത്തി വരുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു കയറ് നമ്മൾ പ്രഷർ അടിക്കും. ആദ്യം പ്രഷർ അടിക്കും. മറ്റേ ഒരു പ്രഷർ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ കുറച്ച് ഫുഡ് വെച്ചിട്ട് പ്രഷർ അങ്ങ് ചെലുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് തള്ളി അങ്ങെത്തും. പിന്നീട് ഒരു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് 6ാമത്തെ 7ാം ദിവസം ആയപ്പോഴത്തേക്ക് ഈ റോപ്പ് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. അവർക്ക് റോപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ റോപ്പ് ഇട്ട് വഴി അങ്ങോട്ട് വലിക്കുകയും ആവശ്യമുള്ള ഫുഡ് അങ്ങ് എടുക്കാം. അതായത് നമ്മൾ ഒരു 1 ലിറ്റർ കുപ്പിയില്ലേ, ആ കുപ്പി കയറിയാണ് ഫുഡ് അതിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യം നമ്മൾ ഒരു ബോർവെല്ലിൻ്റെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ വർക്കായപ്പോൾ LNT ഇടാൻ ഒരു ക്യാമറ കിട്ടി, അത് ഇൻസ്റ്റാൾ ചെയ്ത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യാനുള്ള വയർലെസ് ഇട്ട് കൊടുത്ത്. അവർക്ക് എന്താണ് ആവശ്യം അവർക്ക് ഇല്ല. വായുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ ടണൽ എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റേഴ്സാണ്. ഇനി ഉള്ളി ഒരു 600 മീറ്റേഴ്സാണ് ഇത് ബാക്കി അതിൻ്റെ എൻഡ് ചെയ്യാനുള്ളത്. സിൽക്യാര ടു ബാർകോട്ടാണ്. അതായത് ചാർധാം പ്രോജക്റ്റ് എന്ന പിലിഗ്രിം ആ ഒരു സ്ഥലത്തേക്കുള്ളത് എളുപ്പമായി 24 കിലോമീറ്റർ ഇന്ന് 4 കിലോമീറ്റർ ചുരുക്കിക്കൊണ്ടുള്ളൊരു പ്രോജക്റ്റാണിത്. ചാർധാം പ്രോജക്റ്റ് കൊണ്ട് നിർമ്മിച്ച ടണലാണ്. ഇത് വന്നിരിക്കുന്നത് ഉത്തർകാശിയിലെ ഡിസ്ട്രിക്റ്റിലാണിത്. ഉത്തർകാശി ജില്ലയിൽ ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ഈ തടഞ്ഞിറങ്ങുന്ന സ്ഥലത്ത് നിന്നും അവർക്ക് സഞ്ചരിക്കാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ 1.2 കിലോമീറ്റേഴ്സ് ഉണ്ട്. 1.2 കിലോമീറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്.
പിന്നെ അവർക്ക് അതിനകത്തുള്ള ആദ്യമേ അവർ പിടിച്ച് നിന്നെന്ന് പറഞ്ഞാൽ ഈ അതിനകത്തുള്ള ചെറിയ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ടണലാണ് അറിയാൽ ഭൂഗർഭം അതിനകത്ത് ചെറിയ ജലാംശം ഉണ്ടാകും. അതിൽ നിന്ന് സർവേ, കാരണം അതിൻ്റെ അകത്ത് പണിതുകൊണ്ടിരുന്ന ഈ ടണൽ വർക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ പാനിക്കായില്ല. പകരം ടൂറിസ്റ്റോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ അവർ മേ ബി കാഷ്വാലിറ്റി ഉണ്ടാകും, ചിലപ്പോൾ ഡെത്ത് സംഭവിച്ചേനെ അതിനകത്തുള്ള ഒരു ഇത് സംഭവിക്കും. ഇപ്പോൾ അവർ വളരെ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ തന്നെയാണ് വിളിച്ച് പറയുന്നത് ഞങ്ങൾ എലൈവാണ്. 48 മണിക്കൂർ വരെ ഇവർ ഡെഡ് ആണെന്നാണ് ആദ്യമേ ഒരു വിധി ഉണ്ടായത്. കാരണം ഇവർ അകത്തുള്ള ചെറിയൊരു പൈപ്പ് പൊട്ടിച്ചിട്ട് അതിൽ സിഗ്നൽ ഉണ്ടാക്കി ആ വർക്കേഴ്സിൻ്റെ ബുദ്ധി ആലോചിച്ച് നോക്കണം. എങ്ങനെ ആ വർക്കേഴ്സിൻ്റെ ബുദ്ധി ആലോചിച്ചു അവർ ചെറിയൊരു പൈപ്പ് അതിനകത്ത് ചെറിയ കുറേ പൈപ്പ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ പൈപ്പ് ബ്രേക്ക് ചെയ്തിട്ടാണ് അതിനകത്ത് ഇവർ ശബ്ദം ഉണ്ടാക്കി ഞങ്ങൾ എലൈവാന്ന് പറയുന്നത്. ആദ്യം 32 വരുന്ന ആദ്യം റെക്കോർഡ് ചെയ്യില്ല, പിന്നെ 40 പിന്നെ 2 ദിവസം എല്ലാം കറക്റ്റ് 41 41 ലേബേഴ്സാണ് ട്രാപ്ഡായിട്ട് കിടന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പറേഷൻ, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പറേഷൻ, ലോകത്തിൽ 4ാമത്തെ ഓപ്പറേഷൻ വിലയിരുത്തപ്പെടുന്ന ഓപ്പറേഷൻ ആയിരുന്നു ഉത്തരാഖണ്ഡിലെ. ഈ ടോട്ടൽ 17 ഡേയ്സാണ് നടന്നത്. ഞാൻ ടോട്ടൽ 14 ഡേയ്സാണ്. കാരണം 4ാം ദിവസം തൊട്ടാണ് ഞാൻ പാർട്ടാവുന്നത്. ഇവർ രക്ഷപ്പെടുത്ത അകത്ത് ഇറങ്ങിച്ചെന്ന് അതിനകത്തുണ്ടില്ല, അത് എല്ലാവരും ചെന്നില്ലല്ലോ അകത്തേക്ക്. ഇല്ല, ഓരോ ബൈ പാർട്ടായിട്ട് ചെന്നായിരുന്നു, ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് ചെന്നായിരുന്നു. എനിക്ക് ഒരിക്കലും അവസരം കിട്ടി, എനിക്ക് സംസാരിച്ചു ഒരു അവസരം കിട്ടി എനിക്ക്. കാരണം ഷിഫ്റ്റാണ് അതിൻ്റെ അകത്ത്. കാരണം നമ്മൾ ഞാൻ അതിനകത്ത് വളരെ കെയർഫുൾ ആണ്. നമുക്ക് മൊബൈൽ അതിൻ്റെ അകത്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതിൻ്റെയും എനിക്ക് പ്രോജക്റ്റ് വർക്ക് ഈ കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കണം. അപ്പോൾ അവർ 2 ദിവസം സമ്മതിച്ചു. കാരണം ഈ മൊബൈലുകൾ നമ്മുടെ ഇവിടെ പിടിച്ചു വെക്കും, ആ എൻട്രൻസ് തന്നെ പിടിച്ചു വെച്ച് നമ്പർ ഒട്ടിച്ചാണ് വിടുന്നത്. കാരണം ആദ്യത്തെ 1-2 ദിവസം പോയപ്പോഴത്തേക്ക് ആരോ ഈ മൊബൈൽ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് പോകുന്നുണ്ട്, എല്ലാവരും പിടിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ദിവസം ചെയ്തത് കണ്ടു അവർക്ക് മനസ്സിലായി. ഇത്ര ദിവസം ഈ -3 -5 തണുപ്പാണ് ഈ സഹിച്ചിട്ട് ഒന്നും ഇല്ലാതെ അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായ കാര്യങ്ങൾ അവർ മൊബൈൽ അനുവദിച്ചു. അതിനകത്ത് കാര്യങ്ങൾ നിങ്ങളത് വെളിയിൽ അന്നേരം വിട്ടില്ല? ഞാൻ അന്നൊന്നും വിട്ടില്ല. എൻ്റെ ഇപ്പം സ്റ്റിൽ എൻ്റെ പേഴ്സണായിട്ട് കിടപ്പുണ്ട്. പിന്നെ കൊടുക്കാമായിരുന്നല്ലോ. പിന്നെ കൊടുക്കാം കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. പിന്നെ ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം കയ്യിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് നിൽക്കുന്ന ഫോട്ടോസ് അതിൻ്റെ കയറുന്ന ഫോട്ടോ നമ്മൾ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 800 mm ഡയ ഇതാണ്, ഒരു സ്റ്റീൽ ഇതാണ്. അതിൻ്റെ ഒരു 10ഓളം പൈപ്പ് കയറ്റിയാണ് അത് ഇങ്ങനെ അമർത്തി വെക്കുന്നത്. കാരണം പഞ്ച് ചെയ്യുക. അതിനകത്തോട്ട് കയറുന്നത് അതിൻ്റെ അകത്തോട്ട് നുഴഞ്ഞ് തന്നെയാണ് കയറുന്നത്. അതിൻ്റെ എണ്ണിച്ച് ഒരു കുത്തിയിരിക്കാനൊന്നും എൻ്റെ ഇതില്ല, ഒരു അല്പം എണ്ണിച്ച് നിൽക്കാം, അത്രയേ ഉള്ളൂ. അതിനകത്ത് സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഓക്സിജൻ്റെ വിഷയമൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അവരെ കൊണ്ടുവന്ന സ്ട്രക്ചർ അങ്ങോട്ട് തള്ളിയിട്ട് സ്ട്രക്ചറിൽ കയറ്റി കിടത്തിയിട്ട് റാപ്പ് ചെയ്തിട്ടാണ് തിരിച്ചിറക്കുന്നത്. ഇതിൻ്റെ അകത്ത് 15-14 ഈ മെഷീനൊക്കെ കൊളാപ്സ് ആയിരുന്നു ഇടയ്ക്ക് ഈ സ്റ്റീൽ സ്ട്രക്ചർ തട്ടിയിട്ട്. പിന്നെ അവസാനം ഈ റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറഞ്ഞാൽ മേഘാലയയുടെ ഒരു സംഭവമാണത്. ഈ പിള്ളേർ ചെയ്യുന്നത് ആ ടൈപ്പ് വർക്ക് ചെയ്യുന്നവർ കുറേ പേരോട് വന്നിട്ടും ഈ പെട്ടെന്ന് ഫിനിഷായി വന്നു. കാരണം എൻ്റെ കൈയൊക്കെ അപ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം വന്നിരുന്നു. കാരണം എനിക്ക് ദീപാവലി കടവിച്ച് പടക്കം കയ്യിൽ പോട്ടി ഇതുണ്ടായിരുന്നു. ഞാൻ അതും കൊണ്ടാണ് പോകുന്നത്. SP ഫോർട്ട് ഹോസ്പിറ്റലിലൊക്കെ റെക്കോർഡ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിയുമ്പോൾ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സമയം എപ്പോഴത്തേക്ക് കുറച്ചും കൂടെ പണി ചെയ്ത് കൈയൊക്കെ വെച്ച് ഇതായിരുന്നു. അപ്പോൾ അവസാനം ഒരു 14-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൈയൊക്കെ നല്ല ഇതായി, നീര് വെച്ച് അങ്ങനെ ഇതായി. പിന്നെ അവിടെ കുറച്ച് മരുന്നൊക്കെ പറ്റും. അപ്പോൾ ഈ കുറേ കുഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എനിക്കവിടെ ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് ആ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്ന എനിക്കൊരു വേറെ മലയാളികളൊന്നും ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു അതിനകത്ത്. അതെ, ഞാൻ തീർത്തിട്ടാണ് വന്നത് കംപ്ലീറ്റ്. അതിന് നിങ്ങൾക്ക് പ്രതിഫലം വല്ലതും കിട്ടിയോ? ഇല്ല, പ്രതിഫലം അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. പ്രതിഫലം അങ്ങനെ വാങ്ങിക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അതിനകത്ത്. അപ്പോൾ വണ്ടിക്കൂലി ഒന്നും ഇല്ലാതെ തിരിച്ചു പോകുന്നത്? ഇല്ല, വണ്ടിക്കൂലി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ ടീച്ചേഴ്സാണ്. എൻ്റെ +2 സ്കൂളിൽ ഇവിടെ പഴയ ടീച്ചേഴ്സാണ് നോക്കിയെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പൈസയ്ക്ക് വേണ്ടി ഒന്നുമല്ല പോയത്. ഞാൻ എവിടെ ചെന്നാലും അത് ഞാൻ പ്രയോജനപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെക്നോളജി പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. എനിക്ക് നേരിട്ട് കാണാൻ സ്കൂളിലിരുന്നോ കോളേജിൽ നിന്ന് പഠിക്കുന്നതല്ല, നേരിട്ട് കാണുക. പിന്നെ ഒരുപാട് അതുപോലത്തെ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. അത്ര വലിയ ഓഫീസേഴ്സായിട്ട് കാര്യങ്ങളായിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രതിഫലം കൈപ്പറ്റിയിട്ടില്ല? ഇല്ല, ഇതുമായിട്ട് ഇത് സ്റ്റിൽ ഒന്നും കൈപ്പറ്റിയിട്ടില്ല. ഞാനിത് ഇപ്പം ഈ പറയുന്ന 3 ഉത്തരാഖണ്ഡ് പറഞ്ഞു. കേരളത്തിന് പുറത്ത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? കേരളത്തിൽ 2018 ഫ്ലഡ്. കേരളത്തിന് പുറത്ത് ഇല്ല. കേരളത്തിലെ ആദ്യത്തെ രക്ഷാപ്രവർത്തനം ഏതാണ്? ഏറ്റവും തുടങ്ങി വെച്ച് 2018 ഗ്രേറ്റ് ഫ്ലഡാണ്. അത് ആലപ്പുഴ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് കീഴിലുള്ള വർക്കാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നേവി, NDRF. അതിലെങ്ങനെ നിങ്ങൾ ഇൻവോൾവ് ആയത്? അത് ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ കുട്ടനാടായിരുന്നു. ഞാൻ ആ സമയത്ത് എനിക്കൊരു ഇവിടെ താമസിക്കും, ഇവിടെ എൻ്റെ സ്വന്തമല്ല. എൻ്റെ വീട് കുട്ടനാട്, ഒരു ചെറിയ വീടാണ്. അത് ഫുൾ ആ സമയത്ത് വെള്ളം കയറിയിരുന്നു. അവിടെ വീടുണ്ട്. ഈ ജോലിയായിട്ട് അത് അവരുടെയാണ്, ഈ ലാൻഡ് ഓണറിൻ്റെ ഒരു ക്വാർട്ടേഴ്സാണ്. അവർ തന്നിരിക്കുന്ന സൗകര്യമാണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്ന ഒരു കുട്ടനാട് സൈഡിലുള്ളൊരു വീടാണത്. സാറിന് കാണാം, ആറ്റ് തീരത്ത് കിടങ്ങറ. അങ്ങോട്ട് ഈ വെള്ളം കയറുന്ന അനുസരിച്ച് റിപ്പോർട്ട് അനുസരിച്ച് മഴ പെയ്യുന്ന അങ്ങോട്ട് പോയി, സാധനമൊക്കെ പൊക്കി വെക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്കാണ് അവിടെ ഈ എക്സ്പീരിയൻസ് അല്ലാതെ കുറേ ഈ ചെയ്തിട്ടുണ്ട്. അറിയപ്പെടാത്ത ഒരുപാട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഡീപ്പ് വെൽ റെസ്ക്യൂ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. ഈ കിണറ്റിൽ പോയി ആൾക്കാർ രക്ഷിക്കുക, ഇതൊന്നും രക്ഷിക്കുക
അങ്ങനെയൊക്കെ ഒരുപാട് അറിയപ്പെടാത്ത ഒരുപാട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അറിയാവുന്ന ഒന്ന് രണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഈ കളക്ടറായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ സേവനം കുറച്ച് ആവശ്യമുണ്ട്, അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം ഈ കേരളം അപ്പോഴാണ് ഒരു ശരിക്കുമുള്ള ഒരു ഡിസാസ്റ്ററിലേക്ക് ഫേസ് ചെയ്ത് തുടങ്ങുന്നത്. സാറിന് അറിയാമല്ലോ, ശരിക്കുള്ള ഡിസാസ്റ്റർ ഫേസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പോഴത്തേക്ക് ഡിസ്ട്രിക്ട് അഡ്മിൻ അന്ന് സുഹാസ് IAS സാറാണ്, അന്ന് സബ് കളക്ടർ കൃഷ്ണദയ സാറാണ്. ഭയങ്കര കോപ്പറേഷനാണ്. പിന്നെ കൃഷ്ണദാസ് IAS ആന്ധ്രാക്കാരും വേണ്ടി ഇപ്പോൾ ഉണ്ടായി തിരിച്ചങ്ങ് പോയി. അപ്പോൾ ആ സാറിൻ്റെ കീഴിലുള്ള വർക്കാണ്. ഏറ്റവും കൂടുതൽ കമൻഡേഷൻസ് കിട്ടിയിരിക്കുന്ന ഒരു ഏരിയയിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ 250ഓളം ആൾക്കാരെ രക്ഷിച്ച ദൗത്യം. ആലപ്പുഴ എവിടെയൊക്കെ പോയി വർക്ക് ചെയ്തു? ആലപ്പുഴ ഫുള്ള് കുട്ടനാട്, പാണ്ടനാട് എല്ലാം കൈനകരി അവിടെ എന്ത് വർക്കൊക്കെ ചെയ്തത്? അവിടെ ഫുള്ള് റെസ്ക്യൂ ആയിരുന്നു. ഫുള്ള് ഒരു റിക്കവർ ചെയ്യേണ്ട വന്നിട്ടില്ല. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ മനുഷ്യരെ മൃഗങ്ങളെ, കാരണം റെസ്ക്യൂ റിക്കവറി തമ്മിൽ വ്യത്യാസം എന്നാ? റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ആളെ ജീവനോടെ രക്ഷിക്കുന്ന പദമാണ് റെസ്ക്യൂ. റിക്കവറി എന്ന് പറഞ്ഞാൽ സെർച്ച് ആൻഡ് റിക്കവറി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരങ്ങൾ തിരിച്ച് റിക്കവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. ഇപ്പം തെറ്റായ പല ഇതിലും ഉണ്ടാകുന്നുണ്ട്. ഈ എല്ലാവരും പറയും റെസ്ക്യൂ ചെയ്യുന്നത്, അങ്ങനെ ഒരു പദമല്ല. ഇപ്പം നമ്മൾ വയനാട്ടിൽ ഇപ്പം അവിടെ പോയി റിക്കവറിയാണ് ചെയ്തത്. പിന്നെ മരണസ്ഥലത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ റിക്കവറിയാണ്. റെസ്ക്യൂ പ്രോസസ്സ് പറയാൻ പറ്റത്തില്ല. ഇതിനെ കറക്റ്റ് ടൈംസ് പറഞ്ഞാൽ സെർച്ച്, റെസ്ക്യൂ ആൻഡ് റിക്കവറി. ഓക്കെ. അപ്പം നിങ്ങളെ ആദ്യം എന്താ ചെയ്ത്? ആലപ്പുഴയെ പ്രളയത്തിൻ്റെ സമയത്ത് ആദ്യത്തെ വർക്ക് എന്തായിരുന്നു? 2018 പോയി നമ്മൾ കുട്ടനാട്, കൈനഗിരി ആ സ്ഥലങ്ങളിലാണ് പോകുന്നത്. എന്താ അവിടെ ചെയ്തത്? അവിടെ ബോട്ടും കൊണ്ടുപോയി. NDRFിന്റെ ബോട്ട് ഉണ്ടായിരുന്നു. NDRFിന്റെ ബോട്ടുണ്ട്, നേവിയുടെ ബോട്ട്സ് ഉണ്ടായിരുന്നു, BSFിന്റെ ബോട്ട്സ് ഉണ്ട്. BSFിന്റെ ഏറ്റവും നല്ല ഇതിനകത്ത് നല്ല വർക്ക് ചെയ്യാൻ പറ്റി BSFിന്റെ വാട്ടർ യൂണിറ്റ് വന്നു. അതായത് കൽക്കട്ട ടീമുമാണ്. അത് ബ്രഹ്മപുത്ര തട്ടായിട്ട് നദിയാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന ബോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബോട്ടുകളും നല്ല ടീം വർക്കായിരുന്നു, നല്ല ടീമായിരുന്നു അവർ. അപ്പോൾ അതിനകത്ത് ബോട്ട് ഓടിക്കാനൊക്കെ അവർക്ക് ആളുണ്ട്? ബോട്ട് ഓടിക്കാൻ ആളുണ്ട്. എനിക്ക് ബോട്ട് ഓപ്പറേഷൻ ലൈസൻസ് ഉള്ള ആളാണ്. പവർ ബോട്ട് ഓപ്പറേഷൻ ലൈസൻസ് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായ ആളാണ്. അപ്പോൾ നിങ്ങൾ ബോട്ട് ഓടിച്ചോ? ഞാൻ ബോട്ട് ഓടിച്ച്. എനിക്ക് ലൈസൻസ് ഇപ്പസ്റ്റിലുള്ള എല്ലാ 2 വർഷം കൂടുമ്പോഴേ. NDRFിന്റെ ബോട്ട്? NDRFിന്റെ അല്ല, ഞാൻ ഓടിച്ച് BSFിനെ ഓടിച്ച് തന്നു. കാരണം എന്താണ് തന്നു പറഞ്ഞ കാര്യം, എനിക്ക് ആ ലാൻഡ് അറിയാം, വഴി ഏതാ, കാരണം വെള്ളം കയറി കിടക്കുക, റോഡ് ഏതാ, കണ്ടം ഏതാ, വഴി എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഈ പൊട്ടിവൺ ലൈനുകളുണ്ട്, ആ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ തരം രക്ഷാപ്രവർത്തനം അവിടെ നടത്തിയേ? ഫുള്ള് മനുഷ്യരെ ഇവാക്യുവേറ്റ് ചെയ്ത് സേഫ് സോണിൽ എത്തിക്കുക. അതുപോലെ ഏറ്റവും പ്രയാസമായ കാര്യം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളും പല പശുക്കളും ചത്തുപോയായിരുന്നു. പല സ്ഥലങ്ങൾ കന്നുകാലികൾ വെള്ളത്തോട് മല്ലിടിച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു, കയറ് കെട്ടിയിട്ട്. അവിടെ എല്ലാം പോയി ഈ കത്തി കൊണ്ട് നമ്മൾ കുറേ അറുത്ത് വിട്ട് ആ സ്ഥലങ്ങളിൽ. അതെല്ലാം നോട്ടബിളായിട്ട് BSF തന്നെ അത് നോട്ട് ചെയ്ത് കളക്ടറിന് അയച്ചായിരുന്നു. അതെല്ലാം നോട്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതുങ്ങൾ അഴിച്ചു വിട്ടില്ല. അത് കിടന്ന് ഉടനെ പോയി നമ്മൾ നീന്തിയാണ് കട്ട് ചെയ്ത് വിടുന്നത്. അവിടെ ഇപ്പോൾ നീന്തലാണ്, കാരണം നടന്നു പോകാൻ പറ്റത്തില്ല. ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ നടന്ന് എത്താൻ പറ്റത്തില്ല. കത്തിയൊക്കെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഒരു വയർലെസ് സെറ്റ്, എൻ്റെ ആ സമയത്ത് എനിക്ക് ഇതുണ്ട്, ഹാമറേഡ് സിസ്റ്റം ഉണ്ട്. അവൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നോക്കും ഞാനാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടാണ്. മൊബൈൽ ടവറൊന്നുമില്ല. ഹാമർ റേഡിയോ ലൈസൻസ് ഹോൾഡറായിരുന്നു. എൻ്റെ 2 രണ്ടെണ്ണം ആ വെള്ളത്തിലാണ് പോകുന്നത്. എൻ്റെ 2 ഹാമർ റേഡിയോ, അതെനിക്ക് 22,000 രൂപ നഷ്ടം വരുന്ന ഒരു ഇതായിരുന്നു. അത് പോയി കട്ട് ചെയ്ത് വിടും. അതിനെ സേവ്, എന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് അല്ല, അത് നീന്തി വന്ന് പലരും നമ്മൾ കിടങ്ങറ പാലമുണ്ട്, ആ പാലത്തിൻ്റെ മുകളിലാക്കി പിറ്റേ ദിവസം കളക്ടറേറ്റ്. അത് ഇല്ല, ഏത് സാഹചര്യത്തിലാണ് പശു നീന്തിപ്പോവും. ആണോ? ഏത് കുത്തൊഴുക്കാണ് പശു നീന്തിപ്പോവും, പട്ടിയെ നീന്തിപ്പോവും. അതായത് നമ്മൾ അഴിച്ചു വിട്ടാൽ മതി. മനുഷ്യർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, മനഃപൂർവ്വം കൊന്നൊടുക്കുന്നതാണ് ഇതിനെ. കോഴികളാണെങ്കിലും പട്ടികളാണെങ്കിലും ഇതൊക്കെ ദൃക്സാക്ഷിയാണ് ഞാൻ. ഇനി ദൃക്സാക്ഷിയായിട്ട് അവർ ഒപ്പിട്ട് അഴിച്ചുവിടല, അറുത്ത് വിടുകയാണ് ചെയ്തത്. കഴിച്ചുവിടാൻ പറ്റത്തില്ല. അഴിച്ചുവിടാൻ അങ്ങ് ടെമ്പറായിട്ട് കിടക്കുകയാണ്. ഒരിക്കലും പോസിബിൾ അല്ലത്. പശു ആണെങ്കിലും മനസ്സിലായി നീന്തിപ്പോ. നമ്മൾ കുറച്ച് രക്ഷിക്കാൻ, ഒരുപാടെണ്ണം മരിച്ചു, ഒരുപാടെണ്ണം ചത്തുപോയി പശുക്കളെല്ലാം. കുറച്ച് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചോളൂ. കുറച്ചെന്ന് വെച്ചാൽ ഒരു 10-100 മേളിൽ രക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർ സാക്ഷികളാണ്. അവരെല്ലാം നമ്മളാണ് കൂടുതൽ ചെയ്യുന്നത്. അവർ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പ്രത്യേക BSFിന്റെ വാട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, വീഡിയോ ഫോട്ടോസ് എല്ലാം അവരുടെ ഉണ്ട്. ആ സമയത്ത് അവർ എടുത്ത കുറച്ച് ഫോട്ടോസ്. പിന്നെ വീടുകളിൽ ചെന്ന് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വീടുകളിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ഈ സ്ത്രീകൾ അമ്മമാരുണ്ട്. ഇവരത്രയും വെള്ളം പോയി, നമ്മൾ കുട്ടനാടുകാരാണ്, നമ്മൾ എന്തിനും തരണം ചെയ്യുന്ന പറഞ്ഞാൽ കുറേ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ വില്ലേജ് ഓഫീസർ, മുട്ടാർ വില്ലേജ് ഓഫീസർ ഇപ്പോഴും സാറിന് ഓർമ്മയുണ്ട്. സാർ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ സ്ഥലങ്ങൾ കുടിക്കുന്നുണ്ട്, വിളിച്ചാൽ വരത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കി ഒരു സ്ത്രീയെ ഞാൻ ബലമായിട്ട് ആ വീട് കഥ ചവിട്ടി പൊളിച്ചുകൊണ്ട് എൻ്റെ തോളത്ത് തന്നെ എടുത്ത് നീന്തിയിട്ട് സംഭവമുണ്ട്. അത് മുട്ടാറാണ് സംഭവമാണ്. ഇവർ മോൻ വിളിച്ചിങ്ങനെ ഇതാണ് ഒരു ടൈപ്പാണ്. ഒരു പുള്ളിക്കാർ മാനസികമായിട്ട് ഇതാണ്, അങ്ങനെ വരത്തില്ല. അത് രാത്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. 1 മണി 12 വെള്ളം കയറി ഇരിക്കുക, വെള്ളം കയറി മുങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ എൻ്റെ പുള്ളിക്കാർ വരുന്നില്ല. അവർ വരുന്നില്ല. അവർ മോൻ വന്നാൽ വിളിച്ച മോൻ ഇവിടെ വന്നാലേ ഇറങ്ങി വരത്തുള്ളൂ. ഈ മോനെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വഴി എന്നെ വിളിക്കുകയാണ്. അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. എറണാകുളം തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. വില്ലേജ് ഓഫീസർ വഴിയാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം മുട്ടാർ വില്ലേജ് ഓഫീസർ, രാമങ്കരി വില്ലേജ്, നമ്മളൊരു കോർഡിനേഷനാണ് അതിനകത്ത് വിളിക്കുന്നത്.
അപ്പോൾ ഈ വെള്ളം കയറി രണ്ടാം നിലയൊക്കെ വെള്ളം കയറിയ വീടുകളിൽ പോയി ഞങ്ങൾ രണ്ടാം നില മുങ്ങിയ വീടുകളൊക്കെ കുറച്ച് വേഷം നമ്മൾ ഈ കുറച്ചും കൂടെ താഴെയുള്ള ഈ സ്ഥലങ്ങളുണ്ട് മെയിനായിട്ടുള്ള ഏറ്റവും ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ കുറച്ച് ഇവാക്യുവേറ്റ് ടോറസ് കയറ്റി വിടും അന്നാണ് ടോറസുകാരൊക്കെ ഒരുപാട് ഹെൽപ്പ് എന്നല്ല പ്രശംസനീയ വർക്ക് ചെയ്ത സ്ഥലമാണ് ഈ ടോറസൊക്കെ ആ ടോറസ് ഉള്ളതുകൊണ്ടാണ് ഇത്ര ഇവാക്യുവേഷൻ നടന്നത് നമ്മൾ ബോട്ടിൽ കെട്ടി മാക്സിമം ഈ പാലത്തിലെത്തി കിടങ്ങര ഈ പാലമായിരിക്കുമല്ലോ എപ്പോഴും അവിടെ കുട്ടനാട്ടിലെ ഏറ്റവും പൊക്കമുള്ള സ്ഥലം അവിടെ എത്തിക്കുക അവിടെ ടോറസ് കയറ്റി വിടുക ആ ഒരു രീതിയിലായിരുന്നു പിന്നെ അതുപോലെ പശുക്കൾക്ക് കൊണ്ട് പിറ്റേ ദിവസം കൊണ്ട് കന്ന് ഈ കാറ്റിൽ ഫീഡ് എടുത്തുകൊണ്ടൊന്നും കൊടുക്കുക അവരെല്ലാം കൂട്ടത്തോടെ ഈ നീന്തി വന്ന് ഈ പൊക്കത്തുള്ള സ്ഥലത്ത് ആലപ്പുഴ തന്നെ ഫോക്കസ് ചെയ്ത് അന്ന് ആലപ്പുഴയാണ് അന്ന് ഫുൾ ആലപ്പുഴയാണെന്ന് അന്ന് ഫോക്കസ് ചെയ്യുക കാരണം എനിക്ക് പരിചിതമായ ടെറൈനാണ് ലാൻഡാണ്. അപ്പോൾ ഇത് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? കൃഷ്ണതേജ സാറായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ കൃഷ്ണതേജ സാറിൻ്റെ അടുപ്പമുള്ള പേരിലെ കുറച്ചൊന്നുണ്ട് NGO സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചാണ് എന്നെ ഈ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെടുത്തുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം രാവിലെ എവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ദിവസത്തെ വർക്ക് എങ്ങനെയാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനെ സാറ് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടെറൈനിൽ പോകുമ്പോൾ മുൻ നിശ്ചയം ഒന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് വരുന്ന ഞാൻ പറഞ്ഞ തീരുമാനം എടുക്കാനുള്ള അസാമാന്യ വേഗത, എടുക്കുന്ന തീരുമാനം കൃത്യത, ആ സമയത്തുള്ള വളരെ പെട്ടെന്ന് തോന്നിക്കുന്ന ഇതാണ് വേണ്ടത്. നമുക്കല്ല ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ പുസ്തകത്തിൽ നിന്നോ ക്ലാസ് പഠിച്ചുകൊണ്ടോ ഇതൊന്നും ഈ സ്ഥലങ്ങളിൽ പോയി ഈ ജോഗ്രഫി കണ്ടീഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. എങ്ങനെ പോയി അവിടെ നമ്മുടെ ഐഡിയോളജി അവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ രക്ഷിച്ചതിൽ ഏറ്റവും നിങ്ങൾ ചെന്നില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുന്നൊരു സാഹചര്യം ചെന്നില്ലാതെ മരിച്ചു പോകുന്ന സാഹചര്യം ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. പലരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് രണ്ടോ ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നെ ആ സ്ത്രീയെ പൊക്കിയെടുത്തത് ആ ഒരു ഐസൊലേറ്റായിട്ട് കിടക്കുമായിരുന്നു. ബാക്കി ചുറ്റുമുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഐസൊലേറ്റ് കിടക്കുമായിരുന്നു. വെള്ളം കയറി വന്ന തണുപ്പ് വെള്ളം മുങ്ങിയില്ല അങ്ങനെ പറയും. പിന്നെ ഉള്ളത് ഈ മുട്ടാർ ഭാഗത്ത് തന്നെ ഉണ്ടായത്, ഈ കൈനേരി ഭാഗത്ത് തന്നെ ഉണ്ടായത്. ഇങ്ങനെ ഐസൊലേറ്റായിട്ട് കിടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ആൾക്കാരെല്ലാം പോയിട്ടും ചില ആൾക്കാർ സ്വയം അടുത്ത് നോക്കാതെ പോയതാണോ എനിക്ക് ഈ പോയ ആൾക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ചില ആൾക്കാർ വിളിച്ചിറങ്ങത്തില്ല, ചിലർ മനഃപൂർവ്വം ചിലർ എന്നെ വിളിച്ചിറങ്ങാത്തവരുണ്ട്. അതുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അനുഭവമാണ്. നമ്മൾ വന്നിട്ട് പോലും ഇങ്ങനെ വന്ന് അപ്പം അവിടുത്തെ ഒരു സാറ് പറഞ്ഞാൽ നിങ്ങൾ കുഴപ്പമില്ല ഫോഴ്സാണ് പൊക്കിയെടുത്തിട്ട് വരാൻ അവർ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞപ്പോൾ ധൈര്യമായി. പിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ ഇല്ല, കാരണം വഴക്കുണ്ടാക്കി കൊണ്ടുവന്നു. കാരണം അവർ ആ ഒരു ദിക്കാണ്, വയസ്സായ സ്ത്രീയാണ്, അവരുടെ മാനസികം അങ്ങനെ ആയിരിക്കും. ഇത് വന്നതെല്ലാം കൂടി വന്നാൽ ഹിന്ദി ഓഫീസേഴ്സാണ്, അവർക്ക് ഷൗട്ട് ചെയ്യുന്ന പരിധിയുണ്ട്. എൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്തല്ല ഹിന്ദി ഇതാണ്. കാരണം BSFൻ്റെ വാട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ആയിരുന്നു. ബ്രഹ്മപുത്രയുടെ തട്ടുതട്ടായ നദികളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നല്ല ടീമായിരുന്നു അവർ. അവരോടൊപ്പമാണ് കൂടുതൽ ആലപ്പുഴ ഓപ്പറേഷൻസ് ചെയ്തത്. ഈ ചെങ്ങന്നൂർ പാണ്ടനാട് പോയി പാണ്ടനാട് നമ്മൾ വീടുകൾ മണ്ടയായിരുന്നു. കുറേ ഫുഡ് അവർക്ക് ഫുഡ് ഇല്ലായിരുന്നു. ഫുഡ് അവർക്ക് ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ 2 ബോട്ട് നിറച്ച് അതൊക്കെ ഏകദേശം ഒരു 5ാമത്തെ ദിവസം 6ാമത്തെ ദിവസം പോകുന്നത്. അവർക്ക് വോയിസിലായിട്ട് കിടന്ന് നമ്മൾ അവിടെ പോയാണ് ഫുഡ് എല്ലാം കൊടുത്ത് ഈ BSF യൂണിറ്റായിട്ട് തന്നെ പോകുന്നത്. അവിടെ പോയി എല്ലാം ഫുഡെല്ലാം ഡെലിവറി ചെയ്യും അവർ. അന്ന് അവിടേക്കാണ് ഈ പറയുന്ന 1ാമത്തെ നിലയൊക്കെ ഫുള്ളായിട്ട് മുങ്ങിയിരിക്കുന്നത്, പല സ്ഥലങ്ങളും മുങ്ങിയിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയങ്ങളിൽ? രക്ഷാപ്രവർത്തനത്തിൽ ആലപ്പുഴ എന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. ആലപ്പുഴയെന്നോ കവളപ്പാറെന്നോ ഒരു രക്ഷാപ്രവർത്തനം മോശം അനുഭവം ഉണ്ടാകുന്ന ഷിരൂരിൽ നിന്ന് മാത്രമാണ്. വേറെ മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അതിലേക്ക് പിന്നെ അടുത്തതാണ് രക്ഷാപ്രവർത്തനം കഴിഞ്ഞാൽ 2019 നിലമ്പൂർ കവളപ്പാറയിൽ എത്തപ്പെട്ടത് എങ്ങനെയാണ്? കവളപ്പാറ എത്തപ്പെട്ടത് ഇങ്ങനെ ആദ്യമേ ഉദ്ദേശിച്ച പുത്തുമല വയനാട് പോകാനാണ് ഉദ്ദേശിച്ചത്. പുത്തുമല ഒരേ സമയത്തുണ്ടായത്. അതെ, പുത്തുമല വയനാട്. അപ്പോൾ അന്ന് 2019 അന്നും പ്രളയം ബാധിക്കുന്നു. അന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ അദീൽ അബ്ദുലാണ് ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു DRF മാഡത്തിന് കീഴിൽ തന്നെ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് ഒരു ടീം ഉണ്ടാക്കുക, NGO പോലെ. അപ്പോൾ അന്ന് ആലപ്പുഴ വല്ലാണ്ട് വലിയ വിഷയം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ 2 സ്ഥലം ചോയ്സ് ചെയ്ത് മാഡം അപ്പോൾ നമ്മുടെ സേവനം മാഡത്തിന് അവർ അറിയാം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിശ്വാസമുണ്ട്. മാഡത്തിന് സപ്പോർട്ട്, എന്നെ നല്ല സപ്പോർട്ടാണ് ഈ കാര്യങ്ങൾ അറിയാൻ. 2018 ചെയ്ത ഒരുപാട് കമൻഡേഷൻസ് കളക്ടർ ഉൾപ്പെടെ എല്ലാം ഒരുപാട് ഫോഴ്സ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ മാഡം ആ റെക്കോർഡ്സ് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പുത്തുമല, അപ്പോൾ നിലമ്പൂർ കവളപ്പാറ ഏറ്റവും വിഷയം ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ നിലമ്പൂർ കവളപ്പാറയിലേക്കാണ് പോകുന്നത്. അവിടെ നടത്തിയ റെസ്ക്യൂ തന്നെയായിരുന്നു. അവിടെ എത്തി നമ്മളൊരു ഈ ആലപ്പുഴയിൽ നിന്ന് വിട്ടൊരു NGOയുടെ വണ്ടി വഴിയാണ് പോകുന്നത്. അവരൊരു 4-5 പേരുണ്ടായിരുന്നു. എന്നാലും NDRFനൊപ്പം ഓപ്പറേറ്റ് ചെയ്യാൻ അനുമതി കിട്ടിയ ഏക ആൾ ഞാൻ മാത്രമായിരുന്നു. അവിടെ ചെന്നിട്ട് എന്തായിരുന്നു അവിടുത്തെ ഓപ്പറേഷൻ? അവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചാലിയാറ് കുറിയുള്ള ഓപ്പറേഷൻസ് ആയിരുന്നു. ആന ഒലിച്ച് പുഴയൊക്കെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ബ്രിഡ്ജ് മൊത്തം കൊളാപ്സായി. അവിടുന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കാഷ്വാലിറ്റി ഒഴിവാക്കുക, ഇങ്ങോട്ട് റെസ്ക്യൂ ചെയ്യുക. പിന്നെ ഒരു DFO ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ 3 ദിവസമായിട്ട് ഈ BT ഫോറസ്റ്റേഴ്സൊക്കെ ഒറ്റപ്പെട്ട് കിടന്നിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ എത്തിക്കുക, ആ കാര്യങ്ങൾ എത്തിക്കാൻ അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ പോത്തുക്കൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ആരും എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ വീഡിയോ കിടപ്പുണ്ട്. മോസ്റ്റ് ഹൊറിബിൾ ഓപ്പറേഷൻ നടത്തി ഒരു ബോട്ടിങ് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. ബോട്ട് അവിടെ ആരും ഇറക്കാഞ്ഞിട്ട് NDRF ആയിട്ട് ചേർന്ന് അവർ
നമ്മൾ ഇറക്കും. ആ വീഡിയോ കയ്യിലുണ്ട്. സാറ് കണ്ടാൽ വളരെ നല്ലതായിരിക്കും അത്. അവിടേക്ക് പോകാൻ തീരുമാനം. അവിടെ പോകുന്നത് അപ്പോൾ അക്കരെ എത്തുന്നു. ആ കുത്തൊഴുക്കി 2 ആന ഒഴുകുക. കാരണം ഒരുപാട് തേക്ക് വരുന്നു. കാരണം നിലമ്പൂരിൽ നിന്ന് അവിടെ നിന്ന് ആ വെള്ളം വരുന്നത് ആ ചാലിയാറാണ് വരുന്നത്. കാരണം വയനാട്ടിൽ നിന്ന് പൊട്ടുന്നതല്ല ഇങ്ങോട്ട് ഈ ചാലിയാർ വഴിയേ പോകത്തുള്ളൂ. ഇപ്പോഴും മറ്റേ ഈ ആനാട് നടക്കുന്ന മൊത്തം ഇതുവഴിയാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ അത്രയും ഹൊറിബിൾ ടാസ്ക് അവിടെ ചെയ്തത്. എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? അവിടെ ചെയ്ത് 4 ദിവസം. എന്ന് കുറേ ജീവൻ രക്ഷിച്ചോ? കുറേ ജീവൻ രക്ഷിച്ചു. അവിടെ റിക്കവറി ചെയ്യേണ്ടത് കൂടെ ജീവൻ അവിടെ പ്രശ്നം കാഷ്വാലിറ്റി ഒഴിവാക്കി മരുന്ന് വെച്ച് ഫുഡ് എത്തിച്ച് അന്ന് വീറ്റ് കുറേ 4 പേര് ഈ ഫോറസ്റ്റുകാർ കുടുങ്ങി കിടന്നിരുന്നു. അന്ന് DFO ഒക്കെ അന്ന് ആ പ്രത്യേക ഒരു പ്രശംസ പത്രമൊക്കെ പുള്ളി തന്നിരുന്നു. ആരാണ് അവിടെ നിങ്ങൾക്ക് ഫുഡൊക്കെ തന്നെ? അവിടെ വോളണ്ടിയേഴ്സ്? എല്ലാ സ്ഥലത്തും ഫുഡ് മാക്സിമം എത്തിക്കുന്ന വോളണ്ടറി ഗ്രൂപ്പാണ്. ഈ ആവശ്യമുള്ള വസ്തുക്കൾ മെഡിസിൻസ് എല്ലാം അവർ നമ്മൾ ചെയ്യുന്ന കണ്ട ഉടനെ അവർ എത്തിക്കും. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് ചെയ്യുന്നവർക്ക് ചെയ്യുന്ന നമ്മൾ എത്തിക്കാനുള്ളതാണ്. നമ്മൾ ആ ഒരു ഏത് സ്പോട്ടിലേക്കാണ് ആവശ്യം. ആരും ഞാൻ സെലക്ട് ചെയ്യുന്ന സാറെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ആരും എത്തപ്പെടാത്തും നമ്മൾ ചെയ്യുന്ന സ്പെഷ്യൽ ടാസ്കുകളാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. സ്പെഷ്യൽ ടാസ്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യമുള്ളത്. സ്പെഷ്യൽ ടാസ്കുകൾ നമ്മൾ ചെയ്യുന്ന കഴിക്കുന്ന വീഡിയോസെല്ലാം കണ്ടാൽ മതി. അതുകൊണ്ട് ഹൊറിബിൾ ആരും എത്തപ്പെടാത്ത സ്പെഷ്യൽ ഓപ്പറേഷൻസാണ് ഇന്ത്യൻ ആർമിയോടൊപ്പം ചെയ്യുന്നത്, NDRFനോട് ചെയ്യുന്നത്, ബാക്കി കേന്ദ്ര സേനകൾക്കൊപ്പം എല്ലാം ചെയ്യുന്നത്. കവളപ്പാറ കഴിഞ്ഞിട്ടോ? കവളപ്പാറ ചെയ്ത് വരുന്നത് ഇടുക്കി പെട്ടിമുടിയിൽ എത്തപ്പെട്ടത് അങ്ങനെ? പെട്ടിമുടിയോടെയാണ് ഞാൻ അറിയപ്പെട്ട് കുറച്ച് തുടങ്ങിയത്. മനോരമ എന്ന ഫ്രണ്ട് പേജൊക്കെ ഇറക്കുന്നതും അന്ന് അവിടെ റിക്കവറിയാണ് എന്നാണ്. പെട്ടിമുടി എത്തപ്പെടുന്നത് ഇതുപോലെ തന്നെയാണ് എത്തപ്പെടുന്നത്. ഇടുക്കി അത് ഞാൻ ഇത്രയും അപ്പോഴത്തെ കുറച്ച് ഈ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അത് വെച്ച് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ സമീപിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് സമീപിച്ചു? ഇടുക്കി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റർ സമീപിക്കുന്നു. അന്ന് ഫോണിൽ വിളിക്കുന്നു. ഡെപ്യൂട്ടി കളക്ടറെ ADM ആരാണ്ട് വിളിക്കുന്നു. അപ്പോൾ അന്ന് ദിനേശ് സാറാണ് അന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ആവശ്യം അറിയപ്പോൾ ഇതിന് അപ്പോൾ അവർ വന്നോളം പറഞ്ഞ് കുഴപ്പമില്ലാത്തതുള്ളതല്ലേ. അപ്പോൾ ഇടുക്കി പെട്ടിമുടി എന്ന് പറഞ്ഞാൽ കേരളം കണ്ട് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. 70 പേര് മരിച്ച ഇടുക്കി പെട്ടിമുടിയാണ് സ്റ്റിൽ ഈ വയനാട് കഴിഞ്ഞിട്ടുള്ള അത് നിലവിലുള്ള ഏറ്റവും വലിയതായിരുന്നു. 70 പേരും 66 ബോഡി റിക്കവർ ചെയ്ത് 4 ബോഡി റിക്കവർ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഓപ്പറേഷനായിരുന്നു. അപ്പം എൻ്റെ പ്രധാന പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ബോഡി റിക്കവർ ചെയ്യാൻ സാധിച്ചു. കാരണം എല്ലാവരും വന്ന് ഫസ്റ്റ് ഡേയ്സ് എല്ലാം നോക്കുമ്പോഴത്തേക്ക് അതായത് ഉരുള പൊട്ടി ആ മണ്ണിൻ്റെ അടിയിലുള്ളതാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് എപ്പോഴും ഫ്ലഷ് ഔട്ടായിട്ട് ബോഡി എപ്പോഴും ഈ അങ്ങോട്ട് ഈ കാടിനോട് ചേർന്ന പുഴയാണ്, അങ്ങോട്ട് ഫ്ലഷ് ഔട്ടായിട്ട് നിഗമനം ഞാൻ വെക്കുന്നത്. ഇത് തന്നെ അവിടുത്തെ DFO ആയിട്ട് സംസാരിച്ചപ്പോഴും കാട്ടിലുള്ള പെർമിഷൻ കിട്ടി. എന്നാലും അല്ലെങ്കിൽ SP അല്ലെങ്കിൽ കളക്ടറിൻ്റെ ഓർഡർ വേണം. അന്ന് കറുപ്പസ്വാമി SP ആണെന്ന് അന്ന് SP അന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ്. അപ്പോൾ സാറ് ഓപ്പറേഷൻ അനുമതി അന്ന് NDRF ആയിട്ടും കേരള ഫയർഫോഴ്സ് യൂണിറ്റുമായിട്ട് ചേർന്ന് അന്ന് കമ്പൈൻഡ് ഓപ്പറേഷൻസാണ് ചെയ്തത്. കേരള ഫയർഫോഴ്സിന് ആൾക്കാരുണ്ടായിരുന്നു, NDRF ഉണ്ടായിരുന്നു, ഈ പോലീസിന് ആൾക്കാരുണ്ടായിരുന്നു. കൂടുതലും NDRFും അതിനകത്ത് റിക്കവറീസ് ആണ് ഏറ്റവും പാടുള്ള സ്ഥലത്ത്, ഏറ്റവും ഹൊറിബിൾ ടാസ്കുകളായിട്ടുള്ള. കാരണം നമുക്ക് റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ എവിടുന്ന ബോഡി കിട്ടിയപ്പോഴേ ബോഡി എല്ലാം ഈ സംഭവ സ്ഥലത്ത് നിന്ന് കിലോമീറ്ററോളം മാടിയുള്ള വലിയ കൊടും കാട്. അതായത് ഞങ്ങൾ 2 പേരുടെ NDRFാറിൻ്റെ എൻ്റെയും മൂക്കിക്കൂടെ ഈ കുളയേട്ട കയറിയിട്ട് വായിക്കൂടെ എടുക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്കണം. ഒരു കുളയേട്ടം കൊണ്ട് ഒരാഴ്ച വീട്ടിൽ തിരിച്ച് വന്ന ആളാണ് ഞാൻ. ഈ രക്തം വരുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് വലിയ പേടിയായി, ഇങ്ങനെ രക്തം വരുന്നുണ്ട്. അപ്പോൾ ഇവന് വീണ്ടും എന്തെങ്കിലും അസുഖം കൊണ്ട് തുടങ്ങുകയെന്നുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന പേടിയായിരുന്നു. പിന്നെ കുറച്ച് ആ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കാണ് ചീറ്റിയപ്പോഴത്തേക്ക് കുളയേട്ട തിരിച്ച് വരുന്നു. അവിടെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു രക്തമയമാണ് തിരിച്ച് വന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓപ്പറേഷനായിരുന്നു. കാരണം അന്നത്തെ ഏറ്റവും ആ സ്ഥലത്തേക്കൊരു നിർദ്ദേശം വെക്കുന്നു. ഞാൻ അന്നത്തെ വീഡിയോസ് ഉണ്ട്, അന്നൊരു ന്യൂസ് ചാനൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെളിവായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ അന്ന് നിങ്ങൾക്ക് എത്ര ദിവസം അവിടെ തങ്ങി? അവിടെ ടോട്ടൽ 7 to 8 days ആണ് തോന്നുന്നു. 7 to 8 days. അത് പോലീസ് അന്ന് ആദ്യത്തെ ദിവസം ഞാൻ അക്കോമഡേഷൻ കിട്ടിയില്ല. എനിക്ക് ലാസ്റ്റ് ദിവസം അക്കോമഡേഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഈ നിർണായകമായ മൂവ്മെൻറ്റ് ടേൺ ഔട്ട് നടത്തുന്നു. നമ്മൾ അവിടെ നിന്ന് 2 ബോഡി റിക്കവർ ചെയ്യുന്നു. ഫസ്റ്റ് ഇതേ വന്നിട്ട് തന്നെ കൊടുങ്കാട്ടിൽ നിന്ന് 2 ബോഡി റിക്കവർ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ കറുപ്പസ്വാമി സാറിനെ ഇത് ചെയ്യുന്ന അന്ന് മൂന്നാർ DYSP രമേശ് സാറാണ്. അപ്പോൾ സാറ് പ്രത്യേക റൂം അനുവദിച്ചായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് വന്നിട്ട് ഈ പ്രയോജനം ഉണ്ടെന്ന് തോന്നിയിട്ട് അങ്ങനെ അവിടെ റൂം സാർ അനുഭവിച്ചായിരുന്നു. അവിടെ ഒരു അച്ഛന്മാർ ആശ്രമമുണ്ട്. അപ്പോൾ അവിടെയാണ് മാധ്യമ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല റൂം സാർ അനുഭവിച്ചു തന്നു. അങ്ങനെ പത്രത്തിൽ അന്നാണ് മനോരമ വന്ന് ഫ്രണ്ട് പേജുകളന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ജീവത്തുടുപ്പുകൾ തേടാ രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ അന്ന് വെള്ളത്തിനടിയിലൊക്കെ ഈ പെട്ട ബോഡിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുന്ന വീഡിയോ ഉണ്ട്. അന്ന് കേരള പോലീസിനെ ഫോട്ടോഗ്രാഫർ ശശിസാറൊക്കെ എടുത്തുമായിരുന്നു. സാറൊക്കെ എടുത്തുകൊണ്ട് പ്രത്യേക പരിശീലനം ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ കുത്തൊഴുകുന്ന പുഴയിൽ ജമ്പ് ചെയ്താണ് റിക്കവറി പ്രോസസ് നടത്തുന്നത്. റെസ്ക്യൂ പിന്നെ എളുപ്പം. റിക്കവറി എന്ന സാധനം വളരെ ബുദ്ധിമുട്ടാണ്. റിക്കവറി എവിടെയാണ് ഈ ബോഡി എങ്ങനെ എത്തപ്പെട്ടെന്ന് കണ്ടുപിടിച്ച് സ്പോട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു വല്ലാത്ത ടാസ്ക്കാണ്. ഒരു ഹെർക്കുലിയൻ ടാസ്ക് പോലെയാണ് റിക്കവറി. പ്രത്യേകിച്ച് ഉൾക്കാട്ടിലേക്ക് പോകാം. നമ്മളവിടെ ചെയ്യുന്ന ബോഡി റിക്കവറി മാത്രമല്ല ചെയ്യുന്ന ആ ക്ലൈമറ്റ് നോക്കണം. ഇടവിട്ട് പെയ്യുന്ന മഴ, മൂന്നാറിലെ കൊടും തണുപ്പ്, വിഷമുള്ളുകൾ, കാട് ഇല്ലാത്ത വഴി വെട്ടിത്തെളിച്ച് പോവുകയാണ്. പിന്നെ ഈ പ്രത്യേകിച്ച് കുളയട്ട മൂക്കിക്കൂടെ കയറി വായിലെടുക്കേണ്ട അവസ്ഥ. അത് 1 മണിക്കൂറെടുത്ത് എണ്ടിയാവും. എന്നത്തെ ഒരാളുടെ ഒരു ഹൈ റേഞ്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് അതുവരെ വായിലിരിക്കാൻ ശ്രദ്ധിക്കുക. നാളെ പെട്ടെന്ന് കൊണ്ടുപോകാൻ അവിടെ എടുക്കുന്നതൊക്കെ അങ്ങനെ കയറുന്നൊരവസ്ഥയാണ്.
അത്രത്തോളം കാലൊക്കെ മുറിവല്ല കൈ വയനാട് പോയപ്പോഴേ കാലം മൊത്തം മുറിവാണ്, മൊത്തം മുറിവ് ആർമി തന്നെ അത് ഫുള്ള് ചെയ്ത് തരുന്നുണ്ട് ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക്. അത്രയും മുറിവാണ് എടുക്കുക, അത്ര ടാസ്ക്കാണ് എടുക്കുന്നത്. ആ ടാസ്കുകളൊക്കെ പലരും കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത വീഡിയോ ഇതൊക്കെ വളരെയധികം ഇത് നമുക്ക് പ്രശംസനീയമായി. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതെന്ന് ആരും പുറത്തറിയത്തില്ല, ആരും സമ്മതിക്കത്തില്ല. നിങ്ങൾ വേറെ കൂട്ടിക്കൽ പോയോ? കൂട്ടിക്കൽ പോയായിരുന്നു. കൂട്ടിക്കൽ ഞാൻ ഒരു ദിവസം ഡൽഹി ആയിരുന്നു, എനിക്ക് ലാസ്റ്റ് ടൈമിലേ പോകാൻ പറ്റുള്ളൂ. അതിൽ ജസ്റ്റ് ഒരു ബോഡി അന്ന് ആർമിയായിട്ട് ചേർന്ന ഒരു അവസാനം ഒരു സമയത്ത് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. എന്നിട്ട് ഓടി എത്തി ഞാൻ അവിടെ. ഞാൻ ഡൽഹി എന്തോ ഇതുപോലെ ആവശ്യമായിട്ട് പോയിരുന്നു. എൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തോ പേപ്പർ അവിടെയൊക്കെ എന്തോ ഒരു കാര്യത്തിന് പോയിരുന്നു. കുട്ടിക്കൽ അതൊരു ദേശീയ ദുരന്തമായിരുന്നില്ല, ചെറിയ ദുരന്തമായിരുന്നു. എന്നാലും ഞാൻ വന്നിട്ട് എനിക്ക് ലാസ്റ്റ് ഡേ ആണ് പോയത്. അവിടെ ജസ്റ്റ് ഒരു ആർമിയായിട്ട് ജസ്റ്റ് ഒരു സെർച്ചിങ് നടത്തി. അന്ന് ഒരു മേജർ റെബിൻ പോൾ സാറെന്നായിരുന്നു ആ സാറിൻ്റെ പേര്. അന്ന് പാങ്കോട് നിന്ന് വന്ന് ജസ്റ്റ് ഒരു ഇത് വന്നേ ഉള്ളൂ. അത് ഒരിക്കലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അവിടെ. വേറെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. പിന്നെ പോലെ ഡീപ്പ് വെൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, ഈ വലിയ കിണറിൽ ഇറങ്ങി റെസ്ക്യൂ. അതിൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ 2 ഹിന്ദി, അത് ഏറ്റവും അടുത്ത ഒരു സംഭവം നടന്നത്. അന്ന് ഈ പെട്ടെന്ന് ആരും ഈ അറിയപ്പെടുന്ന സ്ഥലങ്ങളിലെ മാധ്യമപ്രവർത്തി വരത്തുള്ളൂ. അത് നല്ലൊരു താഴ്ച കിണറുണ്ടായിരുന്നു. പുള്ളി ഒരു റൂം അവിടെ കൊടുത്തിരുന്നു, ഞങ്ങളുടെ അടുത്ത് തന്നെ റൂം ഇങ്ങനെ അവർ കൊടുത്തിരുന്നു, ക്വാർട്ടേഴ്സ് പോലെ. പണിയാൻ വന്ന ഒരു ഹിന്ദിക്കാരാണ്. പുള്ളി എന്തോ ഒരു സാധനം താക്കോൽ കൂട്ടർ എടുത്ത് കിണറ്റിലല്ല, പുള്ളി ഈ പല്ലിയൊക്കെ വേണ്ടി അവിടെ താഴെ വിട്ടിരുന്നു. അതെടുക്കാൻ വേണ്ടി പുള്ളി പോയിരുന്നു. ഈ കിണറിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഓരാത്ത കിണറാണെങ്കിൽ, വഴിക്കാത്ത കിണറാണെങ്കിൽ, ഇറങ്ങാത്ത കിണറാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി സൈഡ് ഇടിഞ്ഞു പോകും. ഈ സൈഡ് ഇടിഞ്ഞിട്ട് പുള്ളിയോട് സ്റ്റക്കായിട്ട് നിൽക്കുക. എന്നിട്ട് ഈ പയ്യൻ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ അതുവഴി എപ്പോൾ റൗണ്ട് ചെയ്യുന്നുണ്ട്, ഒരു ആക്റ്റീവയിൽ അപ്പോൾ റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ബായ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പുള്ളി ഇവർക്ക് പുറത്ത് പറയാൻ വേണ്ടി ഭയങ്കര ഒപ്രാളപ്പെട്ട് എന്താണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞ് ഇങ്ങനെ ആൾ പോയി പുള്ളിയോട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവൻ ഇങ്ങനെ നിൽക്കുകയാണ്, ചത്ത പോലെ അതാ നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇറങ്ങാൻ ഞാൻ ഉടനെ ആ റോപ്പൊക്കെ ഇട്ട്, സിമ്പിൾ റോപ്പ്, ഒരു അപ്പുറത്ത് ഈ അടുത്തടുത്ത് കിണറുണ്ട്, ഈ കാർഷിക ഇടാകുമ്പോൾ അപ്പുറം തന്നെ അവർ കിണർ. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന കണ്ടിരുന്നവർക്ക് റോപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവനെ ഇവാക്യുവേറ്റ് ചെയ്യാറ്. ഇവൻ ആസാംകാരൻ്റെ പയ്യനാണ് ഇവൻ. ആ സമയത്തൊക്കെ വലിയ റിസ്ക് ആയിരുന്നു എടുത്ത്. അത്രയധികം ഓക്സിജൻ ഇല്ല അവിടെ, വെള്ളം കോരുന്നില്ല, മനസ്സിലായില്ല, വെള്ളം കോരുന്നില്ല. കാരണം എന്തുകൊണ്ട് എനിക്ക് ഈ കിണറിറങ്ങാൻ പരിചയം എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന എൻ്റെ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 900 അടി താഴ്ചയുള്ള കിണറാണ്. ഞാൻ ഇറങ്ങുന്ന എല്ലാ വർഷവും ഞാനാണത് ഇറങ്ങി തേകുന്നതും. കാരണം ഒരാൾ പുറത്ത് വിളിച്ചാൽ 4000-5000 കൂലിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് ഈ കിണറൊക്കെ, അതായത് വിതുരയിലെ ഏറ്റവും വലിയ കിണറാണത്. അതിനകത്ത് നമുക്ക് മുകളിൽ നിന്ന് ആളെ താഴെ കാണാൻ പറ്റത്തില്ല. അതിനകത്ത് വായുവിന് വിഷയം ഉണ്ടെങ്കിൽ ഞാൻ സർവൈവ് ചെയ്യുന്നുണ്ട്. കാരണം മിക്കവരും ഇറങ്ങും വായു സർവേ എല്ലാം തിരിച്ച് കയറി പോകുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു ചെയ്യാൻ പറ്റുന്നുണ്ട്. 30 മണിക്കൂറോളം നിന്ന് 3/4 മണിക്കൂറോളം നിന്നാണ് ആ കിണർ. അത്രയ്ക്ക് ഒരു ഡീപ്പുള്ള കിണറാണത്. സാറ് ഞാൻ താമസിച്ച വീട് തന്നെ കുന്നിൻപുറത്താണ് ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉള്ളത്. ആ കുന്നിൻപുറത്ത് 90 വിതുരയിൽ തന്നെ വിതുരയിലെ ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും വലിയ കിണറെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങി പരിശീലനം വലിച്ച് ഇങ്ങനെ ചെയ്ത് പരിശീലനം ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ എടുക്കാൻ എനിക്ക് പേടിയില്ല. വളരെ ആ ഒരു ടെറൈൻ, ആ സർഫസ്, ആ ഡീപ്പ് വെല്ലെങ്കിൽ എനിക്ക് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് എനിക്ക്.